ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണ് ഇതാ കഥ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ശ്രീരാമ പട്ടാഭിഷേകത്തോടും കൂടി മാത്രമേ ബാലകാണ്ഡത്തിൽ തുടങ്ങി യുദ്ധകാണ്ഡത്തിൽ അവസാനിക്കുന്ന ആ ശ്രീരാമചരിതത്തിന്റെ മനോഹരമായിട്ടുള്ള അവസാനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമാപ്തി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇന്ന് രാമപട്ടാഭിഷേകത്തിന്റെ കഥകളാണ് പറയാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ അധ്യാത്മ രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രീ പരമേശ്വരൻ പാർവതി ദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണല്ലോ, അല്ലെങ്കിൽ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് രാമന്റെ യാത്രകളും രാമന്റെ തത്വങ്ങളും എല്ലാം. അപ്പോൾ ഈ 30 ദിവസം അല്ലെങ്കിൽ 31ാമത്തെ ദിവസത്തിലേക്ക് നീളുന്ന നമ്മുടെ ഈ രാമായണ കഥാമൃതത്തിലും ഇത് കേട്ടിരുന്ന ഗോപീ ഗോപന്മാർക്ക് രാമന്റെ തത്വവും ഭഗവാന്റെ കഥകളുമെല്ലാം ഇത്തിരിയെങ്കിലും ഉൾക്കൊള്ളാനായിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ കൃപയാണ്. സദാ രാമനാമം ജപിക്കുക. ഈ കലിയുഗത്തില് ഭഗവാന്റെ ആ പാദത്തിലേക്ക് ചേരാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം ഭക്തിയാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനോടുള്ള അഗമ്യമായ സ്നേഹമാണ്, പ്രേമമാണ്, വാത്സല്യമാണ്. അപ്പോൾ ഭഗവാനോട് സ്നേഹം തോന്നണമെങ്കിൽ നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ ഈ കഥകളും ഭഗവാന്റെ സ്തുതികളും ഒക്കെ കേൾക്കുക, അതിനെ സത്സംഗം ചെയ്യുക. സജ്ജന സംസർഗം കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാനെ ലഭിക്കുകയുള്ളൂ. ത്രേതായുഗത്തിൽ തുടങ്ങി കലിയുഗമായിട്ട് വരെയും രാമായണത്തിന്റെ പ്രസക്തി ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇനിയും നിറയെ രാമായണ കാലങ്ങൾ ഉണ്ടാകും. അപ്പോഴൊക്കെ രാമമന്ത്രം എങ്ങനെ എല്ലായിടത്തും മുഴങ്ങി കേൾക്കും. പക്ഷെ അതുപോരാ, 365 ദിവസവും നമ്മുടെ നാവിൽ രാമനാമം ജപിക്കാൻ തോന്നണമേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അതിന് ഭഗവാന്റെ അനുഗ്രഹം വേണം. അതിലുപരി ഭഗവാന്റെ ദാസനായിട്ടുള്ള, ഭഗവാന്റെ ഏറ്റവും പ്രിയ ഭക്തനായിട്ടുള്ള ഭാഗവതോത്തമനായിട്ടുള്ള ആഞ്ജനേയ സ്വാമിയുടെയും അനുഗ്രഹം ഉണ്ടാവണം. എല്ലാവർക്കും ഭഗവാന്റെയും സീതാദേവിയുടെയും ആഞ്ജനേയ സ്വാമിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. ബാക്കിയുള്ള കഥ കൂടി നമുക്ക് കേൾക്കാം. രാമായണ കഥാമൃതം അങ്ങനെ 31ാം ദിവസത്തിലേക്ക് സീതാരാമ ലക്ഷ്മണന്മാരും അവരുടെ കൂട്ടാളികളും കൂട്ടുകാരും വാനര സുഹൃത്തുക്കളും ഒക്കെയായിട്ട് പുഷ്പക വിമാനത്തിൽ അങ്ങനെ അയോധ്യയിലേക്കുള്ള മടക്കയാത്രയിലാണല്ലോ. അമ്പര മധ്യത്തിൽ കൂടി അംബുജ നയന വാഹനനെ പോലെ വിമാനം പറക്കുകയാണ്. രാവണൻ, കുംഭകർണൻ, മേഘനാഥൻ, അതികായൻ, ത്രിശിരസ്, പ്രഹസ്തൻ, മഹാപാർശ്വൻ, മഹോദരൻ, അകമ്പനൻ, കുംഭൻ, നികുംബൻ ആദിയായ രാക്ഷസ വീരർ, മരിച്ചു കിടന്ന രണാങ്കണം, രഘുവരൻ, രമാദേവിയായ സീതയെ വിമാനത്തിൽ ഇരുത്തിക്കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഉത്തര അഭിമുഖമായി ആ ഉത്തമ വാഹനം അന്തരീക്ഷത്തിൽ അങ്ങനെ പ്രകാശം വിതറി പറന്നുകൊണ്ടേയിരിക്കുന്നു. ആ സമുദ്രമധ്യത്തിൽ വാനരന്മാർ കെട്ടിയ 100 യോജന നീളമുള്ള സേതുവും ദേവിക്ക് ദൃശ്യമാക്കി കൊടുത്തു. കടലിനു മീതെ നവരത്ന ഖചിതമായ പുഷ്പകം പ്രയാണം ചെയ്തുകൊണ്ടിരിക്കെ തന്റെ ഉത്സംഗത്തിൽ ചാരിക്കിടന്നിരുന്ന സീതയുടെ വാർകുന്തള ബന്ധത്തിൽ ഹനുമാൻ തന്നെ ഏൽപ്പിച്ച ചൂടാരത്നത്തെ
വലതു കൈത്തുമ്പിൽ നിന്നും അഴിച്ചെടുത്ത് അഴകോടെ ഭഗവാൻ അണിയിക്കുകയാണ്. ആ സമയം പ്രിയതമന്റെ അങ്കുലിയിൽ അണിയിക്കുവാനായി ദേവി തന്റെ വിരലിൽ നിന്നും ഹനുമാൻ നൽകിയ അങ്കുലിയകം ഊരി. അപ്പോൾ പെട്ടെന്ന് അത് കയ്യിൽ നിന്നും വഴുതി കടലിലേക്ക് തെറിച്ചു വീണുപോയി. നാഥ, അങ്ങയുടെ വിരലിൽ അണിയിക്കാൻ ഞാൻ ഊരിയ ആ അങ്കുലിയകം അബദ്ധത്തിൽ കടലിൽ വീണുപോയല്ലോ. സീത സങ്കടത്തോടെ ആവലാതിപ്പെട്ടു. അപ്പോൾ ഹനുമാൻ അത് കേട്ടു. രാമഭദ്രൻ ഹനുമാനെ സാഹൂതമൊന്നു വീക്ഷിച്ചു. പെട്ടെന്ന് വിമാനത്തിന്റെ ഗതി നിലച്ചു. വാതാത്മജൻ ഉടനെ വാരിധി മധ്യത്തിലേക്ക് എടുത്തൊരൊറ്റ ചാട്ടം. അല്പസമയത്തെ മുങ്ങിത്തപ്പലിനു ശേഷം ഹനുമാൻ ഉയർന്നു വന്ന് രാമനോട് ഉണർത്തിച്ചു. ഭഗവാനെ, ആഴിയുടെ അടിത്തട്ടിൽ അനവധി ഇത്തരം അങ്കുലിയകങ്ങൾ അടിയൻ കണ്ടു. അവയിൽ ഏതാണ് സീതാദേവിയുടെ കയ്യിൽ നിന്നും വീണതെന്ന് അടിയൻ അറിയാൻ കഴിഞ്ഞില്ല. എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. രാമൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇതിനു മുമ്പുള്ള മന്വന്തരങ്ങളിൽ പല രാമ അവതാരങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ സീതയുടെ കയ്യിൽ നിന്നും ഓരോ മോതിരം ഇതുപോലെ വീണുപോയിട്ടുമുണ്ട്. ആ കൂട്ടത്തിൽ ഈ മോതിരവും അവിടെ കിടന്നുകൊള്ളട്ടെ ഹനുമാൻ. അങ്ങനെ ഹനുമാൻ പ്രയത്നം മതിയാക്കി വിമാനത്തിൽ കയറിയിരുന്നു. ഉടനെ അത് പ്രയാണവും ആരംഭിച്ചു. സേതുവിന്റെ ഉത്തരഭാഗത്തിനു മുകളിൽ വിമാനം എത്തിയപ്പോൾ രഘുപതി പ്രിയതമയോട് പറഞ്ഞു, സീതേ, കീഴോട്ടു നോക്കൂ. പാപനാശകനായ ഭഗവാൻ പരമശിവനെ ഞാൻ പ്രതിഷ്ഠിച്ച രാമേശ്വരം ക്ഷേത്രമാണിത്. ഇവിടെ വന്ന് ഈ പുണ്യക്ഷേത്രം ദർശിക്കുന്നവൻ എത്ര കൊടിയ പാപിയാണെങ്കിലും അവന്റെ പാപങ്ങളെല്ലാം അറ്റുപോകും. ഇവിടെ വെച്ചാണ് വിഭീഷണനെ ഞാൻ ആദ്യമായി കാണുന്നതും. എല്ലാവരും അവിടെ ഇറങ്ങി പന്നകഭൂഷണനെ തൊഴുതു വന്ദിച്ച് തർപ്പണ പൂജകളും നടത്തി വീണ്ടും യാത്ര തുടർന്നു. മഹേന്ദ്രഗിരിയുടെ ഉപരിഭാഗത്തിലെത്തിയപ്പോൾ രാമൻ പറഞ്ഞു, നാഥേ, നോക്കൂ, അതാണ് മഹേന്ദ്രഗിരി പർവ്വതം. അതിന്റെ കൊടുമുടിയിൽ നിന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ഹനുമാൻ നിന്നെ കാണുവാനായി സമുദ്രത്തിന്റെ മീതെ ആ ലങ്കയിലേക്ക് ചാടിയത്. അവൻ അവിടെ വന്നു കാണിച്ച വീരപരാക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാമല്ലോ. വിമാനം പിന്നെയും പറന്ന് കിഷ്കിന്ധയ്ക്ക് സമീപമെത്തി. സീതേ, നോക്കൂ, ആ കാണുന്നതാണ് സുഗ്രീവന്റെ രാജ്യം കിഷ്കിന്ധ. അവിടെ വെച്ചാണ് ഇന്ദ്രാത്മജനായ ബാലിയെ ഞാൻ നിഗ്രഹിച്ചത്. ആ ബാലിയുടെ പുത്രനാണ് നമുക്ക് വേണ്ടി രാവണന്റെ മുമ്പിൽ ദൂത് പറഞ്ഞെത്തിയ അങ്കദൻ. അവനാണ് ആ സുഗ്രീവന്റെ പിറകിലിരിക്കുന്നത്. കിഷ്കിന്ധയ്ക്ക് അപ്പുറത്ത് കാണുന്ന മലമുകളാണ് മതംഗാശ്രമം സ്ഥിതി ചെയ്തിരുന്ന ഋഷ്യമൂകാചലം. ബാലിയെ ഭയപ്പെട്ട് സുഗ്രീവൻ താമസിച്ചുകൊണ്ടിരുന്നത് അവിടെയാണ്. അവിടെ വെച്ചാണ് വടുരൂപധാരിയായി ഹനുമാനെ ഞാൻ ആദ്യമായി കാണുന്നത്. അതിനടുത്തു കാണുന്ന പ്രസ്രവണം എന്ന ഗുഹയിലാണ് വാനരന്മാർ നിന്നെ അന്വേഷിച്ച് തെക്കോട്ട് യാത്ര ചെയ്തപ്പോൾ ഞാനും ലക്ഷ്മണനും കഴിഞ്ഞുകൂടിയത്. സീത സങ്കടത്തോടെ പറഞ്ഞു, അയ്യോ, അങ്ങ് ഈ ഗുഹാന്തരത്തിലാണോ ജീവിച്ചത്? പ്രാണവല്ലഭ, ആ കാലത്ത് എപ്പോഴെങ്കിലും അങ്ങ് ഉറങ്ങിയിട്ടുണ്ടോ? രാമൻ മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു. വിരഹാതുരനായ പുരുഷന്റെ പരമശത്രുവാണു നാഥേ നിദ്ര. സീത പറഞ്ഞു, പ്രാണേശ്വര, എനിക്കൊരാഗ്രഹമുണ്ട്. കിഷ്കിന്ധയിൽ ഇറങ്ങി ബാലിയുടെയും സുഗ്രീവന്റെയും പത്നിമാരെ കൂടി നമുക്ക് കൊണ്ടുപോകണം. അതിനും പുറമേ ഇതിലിരിക്കുന്ന വാനരന്മാരും പോയി അവരുടെ ഭാര്യമാരെ ഒന്ന് കണ്ടുവരട്ടെ. വിരഹദുഃഖത്തിന്റെ വേദന നമ്മളും അനുഭവിച്ചവരാണല്ലോ. രാമചന്ദ്രന്റെ ഇംഗിതം അറിഞ്ഞ് പുഷ്പക വിമാനം കിഷ്കിന്ധയിൽ ഇറങ്ങി. സീതാദേവി കാരുണ്യപൂർവം കവികളോടായി പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളുടെ ഭാര്യമാരെയും കൂട്ടിക്കൊണ്ടുവരൂ. അവരെയും കൂടി നമുക്ക് അയോധ്യയിലേക്ക് കൊണ്ടുപോകാം. കേട്ടതുപാതി കേൾക്കാത്തതുപാതി വാനരന്മാർ അവിടെ നിന്നും ഓടി അല്പസമയത്തിനുള്ളിൽ തങ്ങളുടെ പ്രണയിനികളുമായി തിരിച്ചു വന്നു. അതിനിടയിൽ സുഗ്രീവന്റെ ആജ്ഞപ്രകാരം താരയും രുമയും ആഗമിച്ചു കഴിഞ്ഞിരുന്നു. ജനകാത്മജ അവരെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ സ്വീകരിച്ചു. താര വിധവയല്ലേ, വിമാനത്തിൽ കയറാമോ എന്നൊരു സംശയം വൈദേഹിക്കുണ്ടായി. താര പാലാഴിയിൽ നിന്നും ഉദയം ചെയ്ത അപ്സര നാരിയായതിനാൽ വൈദവ്യ ദോഷം ആ മഹതിയെ ബാധിക്കില്ല. രാമൻ വിധിച്ചു. തൽക്ഷണം തന്നെ എല്ലാവരും വിമാനത്തിൽ ആരൂഢരായി യാത്ര തുടർന്നു. ജനകാത്മജ ത്രിജടയെ താരയ്ക്കും രുമയ്ക്കും പരിചയപ്പെടുത്തി കൊടുത്തു.
അവളുടെ വിശിഷ്ട സ്വഭാവ ഗുണ പൗഷ്കല്യങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ പുണ്യവാനായ പിതാവിന്റെ പുണ്യവതിയായ പുത്രി എന്നവർ പ്രശംസിച്ചു. പിന്നീട് അവർ സരമയുമായും കുശലപ്രശ്നങ്ങൾ നടത്തി. വിമാനം അതിശീഘ്രം പ്രയാണം ചെയ്തുകൊണ്ടിരുന്നു. അതിനിടയിൽ ദണ്ഡകാരണ്യം, ജനപദം, ശബര്യാശ്രമം, ചിത്രകൂടാചലം, ജഡായു സംഗമസ്ഥലം, പഞ്ചവടി, അഗസ്ത്യാശ്രമം, വാൽമീകി ആശ്രമം, ഭരദ്വാജാശ്രമം എന്നിവയെല്ലാം കൗസല്യാത്മജൻ ജനകാത്മജയെ കാണിച്ചു കൊടുത്തു. അവിടെ നടന്ന സംഭവങ്ങളെയും വിവരിച്ചു കേൾപ്പിച്ചു കൊടുത്തു. നയന രമണീയങ്ങളായ ആ ദൃശ്യങ്ങൾ കണ്ട് മൈഥിലി മഴക്കാറു കണ്ട് മയിൽപേടയെ പോലെ ആനന്ദമതിയായി. ഭരദ്വാജ ആശ്രമത്തിന്റെ ഉപരിതലാകാശത്തിലെത്തിയപ്പോൾ ഭഗവത് മനോരഥമനുസരിച്ച് വിമാനം മന്ദം മന്ദം താഴെ വന്ന് നിശ്ചലമായി നിന്നു. രാമചന്ദ്രന്റെ ആഗമനം ദിവ്യ ചക്ഷുസിനാൽ നേരത്തെ തന്നെ അറിഞ്ഞിരുന്ന ആ മാമുനീന്ദ്രൻ കാമധേനുപുത്രിയായ നന്ദിനിയുടെ ദാനവൈഭവത്താൽ ആഗതരെ സൽക്കരിക്കാൻ വേണ്ട വിഭവങ്ങൾ സംഭരിച്ചിരുന്നു. ഉചിതമായ ഉപചാരത്തോടും ഭവ്യതയോടും വണക്കത്തോടും കൂടി ഭരദ്വാജ മഹർഷി ദശരഥാത്മജരെയും ജാനകി ദേവിയെയും അർഘ്യപാദ്യാദികൾ നൽകി സ്വീകരിച്ചു. അനന്തരം ഹൃദ്യമായ ഭക്ഷണപാനീയങ്ങൾ നൽകി അതിഥികളെ എല്ലാവരെയും അദ്ദേഹം അതീവ സംതൃപ്തരാക്കി. രാവണവധം വരെയുള്ള സർവ്വ സംഭവങ്ങളും ദിവ്യദൃഷ്ടിയാൽ ആ മഹർഷീശ്വരൻ അപ്പപ്പോൾ തന്നെ അറിഞ്ഞുകൊണ്ടിരുന്നു. അത് 14 വർഷം തികയുന്ന ദിവസമാണ്. അതുകൊണ്ട് അന്നു തന്നെ തനിക്ക് അയോധ്യയിലെത്തിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എന്ന് ദാശരഥി പറഞ്ഞപ്പോൾ അടുത്ത ദിവസം പോയാൽ മതിയെന്ന് താപസോത്തമൻ അരുളി ചെയ്തു. അതനുസരിച്ച് മഹർഷീശ്വരന്റെ ആതിഥ്യം സ്വീകരിച്ച അന്ന് എല്ലാവരും അവിടെ താമസിച്ചു. വനവാസത്തിന്റെ അവസാനത്തെ ദിവസമായിരുന്നു അത്. 14 വർഷം തികഞ്ഞ ഒരു പഞ്ചമി ദിവസം ആയതിനാൽ അയോധ്യാകുമാരന് യാതൊരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. രാത്രിയിൽ അദ്ദേഹം മുനീന്ദ്രനോട് രാജധാനിയിലെ വിശേഷങ്ങളെപ്പറ്റി ചോദിച്ചു. ഋഷിവര്യൻ പ്രതിവചിച്ചു. അവിടെ മാതൃജനങ്ങൾക്കും ആചാര്യ വസിഷ്ഠനും സുമന്ത്രർ തുടങ്ങിയ മന്ത്രി പുങ്കവന്മാർക്കും സൗഖ്യം തന്നെ. അങ്ങയുടെ പ്രത്യാഗമനവും പ്രതീക്ഷിച്ചവർ അക്ഷമരായി കാത്തിരിക്കുന്നു എന്നു മാത്രം. ഭരതശത്രുഘ്നന്മാർ ജഡാവൽക്കലം പൂണ്ട് നിത്യവും ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് സിംഹാസനത്തിൽ അങ്ങയുടെ പാദുകങ്ങളും വച്ച് പൂജിച്ച് അവയെ തന്നെ അഗ്രജനെന്ന് സങ്കല്പിച്ച് സർവവും അവയിൽ അധിഷ്ഠിതമാക്കി രാജധാനിയിൽ ഒട്ടും പ്രവേശിക്കാതെ നഗരത്തിന് പുറത്ത് നന്ദിഗ്രാമത്തിൽ താമസിച്ച് രാജ്യഭരണം നടത്തുന്നു. അങ്ങയുടെ വരവും പ്രതീക്ഷിച്ച് സന്യാസം സ്വീകരിച്ചുകൊണ്ടാണ് ഭരതൻ ജീവിക്കുന്നത്. എന്തൊരു ജ്യേഷ്ഠ ഭക്തിയാണത്! എന്തൊരു ത്യാഗമാണത്! ഇതെല്ലാം അങ്ങയെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്നിവിടെ വിശ്രമിക്കുവാൻ ഞാൻ ആവശ്യപ്പെട്ടത്. നാളെ രാവിലെ ഒട്ടും വൈകാതെ അങ്ങ് അയോധ്യയിലേക്ക് പുറപ്പെടണം. അല്ലെങ്കിൽ സത്യപരിപാലന നിഷ്ഠനായ ഭരതൻ അഗ്നിപ്രവേശനം ചെയ്തു എന്നു. ഭരതന്റെ സഹോദര ഭക്തിയെയും ത്യാഗത്തെയും കുറിച്ച് കേട്ടപ്പോൾ കൗസല്യാത്മജന്റെ സാരസമിഴികളിൽ അശ്രുകണങ്ങൾ തുളുമ്പി. ജാനകീദേവി അതുകണ്ട് തന്റെ മൃദുല കരങ്ങളാൽ അവയെ മാർജനം ചെയ്തു. അരുണോദയത്തിനു മുമ്പ് തന്നെ രാമഭദ്രൻ ഹനുമാനെ വിളിച്ച് അരുളി ചെയ്തു. ആഞ്ജനേയ, അടുത്തു വരൂ. ഒരു സുപ്രധാന കാര്യം നിന്നെ ഞാൻ ഭാരമേൽപ്പിക്കുന്നു. നീ ഉടനെ തന്നെ, ഈ നിമിഷം തന്നെ അയോധ്യയിലേക്ക് പുറപ്പെടണം. ഞാൻ രാജ്യാതിർത്തിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ദുഃഖാർത്തനായി വർത്തിക്കുന്ന ഭരതനെ ഉടനെ അറിയിക്കണം. ഈ പുലരുന്നത് 14 വർഷം കഴിഞ്ഞ അടുത്ത ദിവസമാണ്. ഈ ഉദയത്തോടുകൂടി 14 വർഷം പൂർത്തിയാകും. ഇന്നു ഞാൻ അയോധ്യയിൽ എത്തിയില്ലെങ്കിൽ ഭരതൻ അഗ്നിപ്രവേശം ചെയ്യും. അതുകൊണ്ട് നീ വേഗം പോകണം. മാർഗമധ്യേ ശൃംഗിവേരാധിപനായ ഗുഹനെ കണ്ട് എന്റെ ആഗമന വൃത്താന്തം ധരിപ്പിക്കണം. നിന്റെ യാത്ര മംഗളമായി ഭവിക്കട്ടെ. ജാനകി ഹനുമാനെ അനുഗ്രഹിച്ചു. ഹനുമാൻ വിടവാങ്ങി മറഞ്ഞു. അപ്പോൾ തന്നെ മാനുഷവേഷം പൂണ്ടവൻ അതിവേഗം ശൃംഗിവേരപുരത്തിലെത്തി ഗുഹനെ കണ്ട് രാമ ആഗമന വൃത്താന്തവും അറിയിച്ചു. എന്റെ നാഥൻ വരുന്നുവെന്നോ? കർണമധുരമായി ഈ വാർത്ത അറിയിക്കുന്ന അങ്ങ് ആരാണ്? ആ ദിവ്യാത്മാവിനെ തൃക്കൺ പാർക്കാൻ എത്ര നാളായി ഞാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ സ്വാമി രാമഭദ്രൻ അപ്പോൾ എവിടെയാണ്? ദൂത, അങ്ങ് സത്യം പറയുകയാണോ? അതോ ഈ ഭക്തനെ പരീക്ഷിക്കുവാൻ ചാടുവാക്കുകൾ പറയുകയാണോ? കേവലം ഒരു നിഷാദനായ ഗുഹന്റെ ഭക്തിദ്യോതകങ്ങളായ വാക്കുകൾ കേട്ട് വിസ്മയവിവശനായി ഹനുമാൻ പ്രതിവചിച്ചു. ഭക്തോത്തമനായ ശൃംഗിവേരാധിപ, സമാധാനിക്കൂ. ഞാൻ പൊളിവാക്കുകൾ പറഞ്ഞതല്ല. ഭഗവാൻ രാമചന്ദ്രൻ സീതാസമേതം അനുജനോടും ഭരദ്വാജ ആശ്രമത്തിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അദ്ദേഹം അയോധ്യയിലേക്ക് പുറപ്പെടും. ഇന്നത്തെ ഉദയത്തോട് കൂടി 14 വർഷം പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് ഭഗവാൻ അയോധ്യയിൽ എത്തിയില്ലെങ്കിൽ ഭരതകുമാരൻ അഗ്നിപ്രവേശം ചെയ്യും.
അതിനു മുമ്പ് സാകേതപുരിയിലെത്തി ജ്യേഷ്ഠന്റെ ആഗമന വൃത്താന്തം അറിയിക്കുവാൻ ഞാൻ പുറപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും ധരിപ്പിച്ച ശേഷം ഹനുമാൻ ഗുഹന്റെ സന്നിധിയിൽ നിന്നും അപ്രത്യക്ഷനായി. അപ്പോൾ തന്നെ നിഷാദനാഥൻ പരിവാര സമേതം ഭരദ്വാജ ആശ്രമത്തിലെത്തി തന്റെ കാണപ്പെട്ട ആനന്ദമൂർത്തിയെ തൃക്കൺ പാർത്തു. രാമചന്ദ്രൻ ശൃംഗിവേരാധിപനെ നിറഞ്ഞ വാത്സല്യത്തോടെ ആലിംഗനം ചെയ്ത് അനുഗ്രഹിച്ചു. അനന്തരം തമ്മിൽ പിരിഞ്ഞതിനു ശേഷമുള്ള സർവ്വ കഥകളും പറഞ്ഞു കേൾപ്പിച്ചു. തന്നോടൊപ്പം ബന്ധുമിത്രാദികളും ഒരുമിച്ച് അയോധ്യയിലേക്ക് വരുവാൻ അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തു. നേരം പുലർന്നു. ആദിത്യരഥം അമ്പരവീതിയിൽ കൂടി നീന്തി തുടങ്ങി. വൽക്കലധാരിയായ ഭരതൻ ശത്രുഘ്നാനുഗതനായി ദക്ഷിണ ദിക്കിലേക്ക് നിർനിമേഷനായി കുറേ നേരം നോക്കി നിന്നു. ഭരതൻ പറയുകയാണ്, ശത്രുഘ്ന, ഇന്ന് 14 വത്സരം തികഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ദിവസമാണ്. എന്റെ കണ്ണുകൾ ജ്യേഷ്ഠനെ കാണുവാൻ കൊതിച്ചിരിക്കുന്ന സുദിനം. 14 വർഷം തികയുന്ന ദിവസം ജ്യേഷ്ഠൻ ഇവിടെ വരുമെന്നല്ലേ സത്യം ചെയ്തിട്ടുള്ളത്? ഇന്ന് ഉദയത്തോടുകൂടി ആ 14 വർഷവും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നേരം ഇത്രയായിട്ടും ജ്യേഷ്ഠനെ കാണുന്നില്ലല്ലോ. ശത്രുഘ്നൻ പറഞ്ഞു, വല്ല മാർഗതടസ്സവും സംഭവിച്ചിരിക്കാം. അങ്ങനെ വിചാരിച്ചുകൂടെ? ഭരതൻ പറഞ്ഞു, എന്റെ ജ്യേഷ്ഠന് യാതൊരു മാർഗതടസ്സവും സംഭവിക്കുകയില്ല. 14 വർഷം തികയുന്ന ദിവസം ഇന്നാണെങ്കിലും ഇന്നലെ തന്നെ ഇവിടെ എത്തേണ്ടതായിരുന്നു, ഇല്ലേ അനുജ? അദ്ദേഹം എന്നെ വിസ്മരിച്ചു കാണും. സുദീർഘമായ 14 വർഷം. ആ കാലയളവിൽ എന്തെല്ലാം വിസ്മൃതികൾ ഉണ്ടാവും. രാജ്യവും രാജപദവിയും ഉപേക്ഷിച്ച് താപസനായ അദ്ദേഹം കാനനത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. രാമനില്ലാത്ത അയോധ്യയെ ഒരിക്കലും ഇനി ഭരതൻ ഭരിക്കുകയില്ല. എന്റെ സത്യം ഞാനിന്ന് പരിപാലിക്കും. ജ്യേഷ്ഠനെ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഇന്ന് അഗ്നിപ്രവേശം ചെയ്യും. ശത്രുഘ്ന, നീ രാജ്യം അനാഥമാക്കരുത്. നീ രാജ്യം ഭരിക്കണം. നിനക്കാണ് അതിനുള്ള അവകാശം. ശത്രുഘ്നൻ പറഞ്ഞു, ജ്യേഷ്ഠനോട് ഇതിനു മറുപടി പറയുവാൻ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഭരതൻ പറഞ്ഞു, നീ ഒന്നും പറയണ്ട. ശ്രീരാമ പാദുകങ്ങൾ ഇവിടെയുണ്ട്. ആ പാവന പാദുകങ്ങളെ നിത്യം പൂജിക്കുക. അതുകൊണ്ട് രാമനെ പ്രതിപുരുഷനായി നീ രാജ്യം ഭരിക്കുക. രഘുവംശം നിന്നിൽ കൂടി ഇനി വളരട്ടെ. നഗരപ്രാകാരത്തിന് അല്പം അകലെയുള്ള നന്ദിഗ്രാമം എന്ന സ്ഥലത്തു വെച്ചിട്ടാണ് ഭരതശത്രുഘ്നന്മാരുടെ ഈ സംഭാഷണമൊക്കെ നടക്കുന്നത്. ജ്യേഷ്ഠനില്ലാത്ത പുരത്തിൽ പ്രവേശിക്കുകയില്ലെന്നുള്ള ദൃഢവ്രതത്തോടെ ഭരതൻ സന്യാസവൃത്തി അനുഷ്ഠിച്ച് അവിടെ താമസിച്ച് ഭരണം നടത്തി വരികയാണ്. അല്പം കഴിഞ്ഞ് പതിവിനനുസരിച്ച് അമാത്യന്മാരും സേനാപതികളും ആചാര്യ വസിഷ്ഠനും അവിടെ വന്നു. ജ്യേഷ്ഠന്റെ ദൃഢനിശ്ചയം തൊണ്ടയിടറിക്കൊണ്ട് ശത്രുഘ്നൻ അവരെ ധരിപ്പിച്ചു. എല്ലാവരും പരിഭ്രാന്തരായി. വസിഷ്ഠൻ സാവധാനം ഭരതനെ സമീപിച്ച് ശാന്തമായി നിവേദിച്ചു. കുമാര, സാഹസം പ്രവർത്തിക്കരുത്. അയോധ്യയെ അരാജകത്വത്തിലേക്ക് വഴുതി വീഴാൻ അനുവദിക്കരുത്. ഭരതൻ പറഞ്ഞു, മഹർഷേ, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ശത്രുഘ്നന് വേണ്ട നിർദ്ദേശമൊക്കെ ഞാൻ നൽകിയിട്ടുണ്ട്. സത്യപരിപാലന കർമ്മത്തിൽ നിന്നും പിന്തിരിയാൻ അങ്ങനെ പ്രേരിപ്പിക്കരുത്. രാമപാദുകങ്ങൾ ഇവിടെ ഇരിക്കുന്ന കാലത്തോളം അയോധ്യ സനാഥമാണ്. അരാജകത്വം സംഭവിക്കുകയില്ല. ചിത്രകൂടത്തിൽ വെച്ച് ജ്യേഷ്ഠൻ എന്നെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട്, അനുജ, നീ സമാധാനത്തോടെ പോകൂ. 14 വർഷം തികയുന്ന ആ ദിവസം ഞാൻ ഇവിടെ വരും എന്ന് അരുളി ചെയ്ത് അനുഗ്രഹിച്ചാണ് ആ പാദുകങ്ങൾ തന്നയച്ചത്. നിങ്ങൾ എല്ലാവരും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. ജ്യേഷ്ഠൻ അന്ന് വന്നില്ലെങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്ത് ദേഹം പരിത്യജിക്കുമെന്നുള്ള എന്റെ സത്യപ്രതിജ്ഞയും ജ്യേഷ്ഠൻ അന്ന് സമ്മതിച്ചതാണ്. അതുകൊണ്ട് എന്റെ സത്യപരിപാലന കർമ്മം ഞാൻ നടത്താൻ തുടങ്ങുന്നത് നിങ്ങൾ ആരും തടുക്കരുത്. സത്യ ഹരിശ്ചന്ദ്രന്റെ രാജ്യമാണ് അയോധ്യ. അത് എന്നും സത്യത്തിന്റെ രാജ്യം തന്നെ ആയിരിക്കണം. ശത്രുഘ്ന, നേരം വൈകുന്നു. നീ വേഗം ചിതകൂട്ട്. ഭരതകൽപ്പനയെ ആർക്കും ലംഘിക്കാൻ കഴിഞ്ഞില്ല. ഉത്തരക്ഷണത്തിൽ ചന്ദനമരവും അകിലും കൊണ്ടൊരു ചിത അവിടെ സജ്ജമായി. ഭരതന്റെ അഗ്നിപ്രവേശ വാർത്ത നഗരം മുഴുവനും പരന്നു. സങ്കടത്തോടെ പൗരാവലികളും വളരെയേറെ വന്നുകൂടി. അന്തപുരത്തിലെ അമ്മമാരും പത്നിമാരും അതുകേട്ട് അവരുടെ പ്രാണവേദനയോടെ അവിടെ ഓടി അണച്ചെത്തി. ആരൊക്കെ വന്നിട്ടും ഉപദേശിച്ചിട്ടും ഭരതൻ തന്റെ ദൃഢനിശ്ചയത്തിൽ നിന്നും പിന്മാറിയില്ല. ചിതയിൽ അഗ്നി ആളിക്കത്തി തുടങ്ങി. ഭരതൻ കുളിച്ച് ഭക്തിപൂർവം രാമപാദുകങ്ങളെ നമസ്കരിച്ചതിനു ശേഷം ചിതയുടെ അടുത്തു വന്ന് തൊഴുത് സർവ്വദേവന്മാരെയും സാക്ഷിയാക്കി അഗ്രജനെ അന്തരംഗത്തിൽ ധ്യാനിച്ചുകൊണ്ട് അതിനെ വലതുവയ്ക്കാൻ തുടങ്ങി. അടക്കിപ്പിടിച്ച ശ്വാസത്തോടെയാണ് കാണികൾ അത് നോക്കി നിന്നത്. 7 പ്രദക്ഷിണങ്ങളാണ് വേണ്ടത്. 1, 2, 3, 4, 5. ഇനി അതാ 2 പ്രദക്ഷിണങ്ങൾ കൂടിയുണ്ട്. തീ ആളിക്കത്തുകയാണ്. അതാ മുകളിലൊരു ശബ്ദം, വന്നു, ശ്രീരാമചന്ദ്രൻ വന്നു. അയോധ്യയിൽ രാമചന്ദ്രൻ എത്തി. ഭരതകുമാര, അരുത്, നിർത്തൂ. സീതാലക്ഷ്മണ സമേതം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ വാനവാണിയുടെ ഉത്ഭവം എവിടെ നിന്നാണ്?
എല്ലാവരും കണ്ണുനീർ തുടച്ചുകൊണ്ട് വിസ്മയവിവശരായി വിഹായസിലേക്ക് നോക്കി. വെള്ളിമേഘം എന്ന പോലെ ഒരു ദേവദൂതൻ അംബരമണ്ഡലത്തിൽ നിന്നും അതിവേഗം താഴെ ഇറങ്ങി. മോഹവിമുക്തനായി ഭരതകുമാരൻ ചോദിച്ചു, ഈ സന്തോഷ വാർത്തയും വഹിച്ചു വന്ന അങ്ങ് ആരാണ്? വാനവനോ മാനവനോ ഗന്ധർവനോ കിംപുരുഷനോ ആരാണ്? ആകാശവാണിയായി ഞാൻ കേട്ടത് വെറും സ്വപ്ന ശബ്ദമാണോ? ഞാൻ ഉറങ്ങുകയാണോ അതോ ഉണർന്നിരിക്കുകയാണോ? ഹനുമാൻ അപ്പോൾ എഴുന്നേറ്റ് കൈകുപ്പിക്കൊണ്ട് പറഞ്ഞു, കുമാര, ഇത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. ജാനകി സുമിത്രാത്മജന്മാരോടും വമ്പന്മാരായ വളരെ വാനര വീരരോടും വിഭീഷണാദി രക്ഷോവര വീരരോടും ശൃംഗി വീരാധിപ നിഷാദ പുങ്കവനോടും ഉത്തമകളായ അവരുടെ പത്നിമാരോടും കൂടി രാമചന്ദ്ര പ്രഭു കൗബേരക പുഷ്പക മണി വിമാനത്തിൽ ഭരദ്വാജാശ്രമത്തിൽ ഇന്നലെ വൈകിട്ട് തന്നെ എഴുന്നള്ളിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം ഇവിടെ എത്തും. ഞാൻ അദ്ദേഹത്തിന്റെ എളിയ ദാസനും ദൂതനുമാണ്. ഞാനൊരു വാനരനാണ്, പേരു ഹനുമാൻ. മാരുതി മാനുഷരൂപം വെടിഞ്ഞ് തന്റെ സ്വന്തം മർക്കട രൂപം സ്വീകരിച്ചു. ഭരതൻ പറഞ്ഞു, ജ്യേഷ്ഠന്റെ കൂടെ വാനവന്മാരും രാക്ഷസന്മാരും പുറപ്പെടാൻ കാരണം എന്താണ്? കുബേരന്റെ പുഷ്പക വിമാനം ജ്യേഷ്ഠൻ എങ്ങനെ ലഭിച്ചു? എല്ലാ കഥകളും സവിസ്തരം പിന്നീട് ഹനുമാൻ ഭരത ലക്ഷ്മണ കുമാരന്മാരെയും അവിടെ സന്നിഹിതരായ എല്ലാ ജനങ്ങളും കേൾക്കെ പറഞ്ഞു കേൾപ്പിച്ചു. ഇതൊക്കെ കേട്ട് രാമന്റെ അമാനുഷിക പ്രഭാവങ്ങളെക്കുറിച്ചും ആ വീരകഥകളുമൊക്കെ കേട്ട് എല്ലാവരും പരമാത്ഭുത പരിസ്തബ്ധരായി നിന്നുപോയി. നിറഞ്ഞ കണ്ണുകളോടെ അവർ പരന്ന നീലാകാശത്തിലേക്ക് പുഷ്പക വിമാനത്തിന്റെ വരവും നോക്കി നിൽപ്പായി. മേരുമഹാ പർവ്വതത്തോളം സ്വർണം അങ്ങേക്ക് നൽകിയാലും ഇതിന് പ്രതിഫലമാകുകയില്ല ഹനുമാൻ എന്ന് പറഞ്ഞ ഭരതൻ ഹനുമാനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചു. അനന്തരം മന്ത്രിമാരും ശത്രുഘ്നെയും വിളിച്ചു കൽപ്പിച്ചു, ജ്യേഷ്ഠന്റെ ആഗമനം സംബന്ധിച്ച് ഈ നിമിഷം തന്നെ അയോധ്യ അതിശയനീയമായ അലങ്കാരങ്ങൾ വിളങ്ങണം. ആവണവീഥികളിലും തെരുവുകളിലും വിചിത്ര വർണ്ണക്കൊടികളും തോരണങ്ങളും പാറിപ്പറക്കണം. ഓരോ ഗൃഹത്തിന്റെ മുമ്പിലും നിലവിളക്കും നിറപറയും നിരക്കണം. വെടിപ്പടഹാദികളും ആർപ്പും കുരവയും സദാ മുഴങ്ങണം. കൂട്ടമണിനാദം മുടങ്ങാതെ കേൾക്കണം. പട്ടണം മുഴുവനും അടിച്ചു തളിച്ച് വീഥികൾ നിറയെ വെൺപട്ടു വിരിക്കണം. ഗായക വൃന്ദങ്ങൾ വന്നു നിരന്നു നിൽക്കണം. സർവമേളവാദ്യങ്ങളും മുഴങ്ങണം. ചതുരംഗ സേനകൾ ചമയങ്ങൾ അണിഞ്ഞ് അണിനിരക്കണം. സ്വർണ്ണ നെറ്റിപ്പട്ടങ്ങൾ കെട്ടിയ ആനകളുടെ അകമ്പടിയോടെ 1000 മത്തേഭ ഗാമിനികൾ മുമ്പിൽ പൊൻതാലങ്ങൾ പിടിക്കണം. ആലവട്ടം വെഞ്ചാമരം കുടതഴ ചാമരങ്ങൾ സർവവും അണിഞ്ഞു വേണം ആനകൾ നിരക്കാൻ. കുതിരപ്പെട ഇരുപാർശ്വങ്ങളിലും നിരന്നു വിളങ്ങണം. കൊട്ടാരമണി ഹർമ്മ്യങ്ങളുടെ മുകളിൽ അയോധ്യയുടെ രാജാങ്കിത കൊടിക്കൂറകൾ പാറിക്കളിക്കണം. സർവക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജാ വഴിപാടുകൾ ഇപ്പോൾ തന്നെ നടത്താൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യണം. ഏറ്റവും മുമ്പിൽ ആചാര്യ വസിഷ്ഠനും അരുന്ധതി ദേവിയും രാജമാതാക്കളും പത്നിമാരും നിൽക്കണം. അയോധ്യ അധിപതിയുടെ എഴുന്നള്ളത്താണ്. സ്വർഗം താഴെ ഇറങ്ങി വരണം. ഇതിനുവേണ്ടി എത്ര ദ്രവ്യം വേണമെങ്കിലും ചിലവാക്കിക്കൊള്ളൂ, എത്ര ആളുകളെ വേണമെങ്കിലും നിയോഗിച്ചുകൊള്ളൂ. 8 മന്ത്രിമാരും എതിരേൽപ്പിന് മുമ്പിൽ തന്നെ ഉണ്ടായിരിക്കണം. അലംഘനീയമായ ഭരത കൽപ്പനയ്ക്ക് നീക്കമുണ്ടായില്ല. നിമിഷ നേരം കൊണ്ട് കേട്ടറിഞ്ഞും വെടിപടഹാദി കൂട്ടമണിനാദങ്ങൾ കേട്ടും പുരവാസികൾ ആവാലവൃന്ദം കൂട്ടം കൂട്ടമായി വന്നുകൂടി. അയോധ്യയിലാകെ അല്പസമയം കൊണ്ട് മായാശക്തിയാൽ എന്ന പോലെ ഒരു ദേവ മഹോത്സവത്തിന്റെ പ്രതീതി പ്രകാശിച്ചു. പരിചാരികമാരോടുകൂടി അമ്മ മഹാറാണിമാരും പുത്രഭാര്യമാരും പല്ലക്കുകളിൽ അവിടെ എത്തി. സ്വർണ ചഷകങ്ങളിൽ തീർത്ഥജലവുമായി വസിഷ്ഠൻ തയ്യാറായി നിന്നു. അരുന്ധതി ദേവി സീതയെ പരിരംഭണം ചെയ്യാൻ കാത്തുനിന്നു. മന്ത്രിമാർ മന്ത്രദണ്ഡുകളുമായി യഥാസ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചു. സേനാപതികൾ ചതുരംഗ സേനകളെയും 4 വശവും നിരത്തി. നന്ദിഗ്രാമം ഒരു 2ാം അയോധ്യ പോലെ അപ്പോൾ വിളങ്ങി. എങ്ങനെയാണ് ജ്യേഷ്ഠനെ സ്വീകരിക്കേണ്ടതെന്നുള്ള സംഭ്രമത്താൽ ഭരതന്റെ ശരീരം വേപതു പൂണ്ടു. ശ്രീരാമ ദർശനത്തിനു വേണ്ടി താപസന്മാരും ബ്രാഹ്മണ സത്തമന്മാരും മുകളീകൃത ഹസ്തരായി നിരന്നു നിന്നു. പെട്ടെന്നു ചാടി ഉന്മേഷത്തോടെ തുള്ളിക്കുതിച്ചുകൊണ്ട് ഹനുമാൻ ഉദ്ഘോഷിച്ചു, ഭരതകുമാര, അതാ നോക്കൂ, ഒരു പാലുളി പൂചന്ദ്രനെ പോലെ ജ്യേഷ്ഠന്റെ പൊന്മയ പുഷ്പക വിമാനം കതിരുവീശി പറന്നടുത്തു വരുന്നത് കണ്ടോ? അതാ വരുന്നു. സർവജനങ്ങളുടെയും ദൃഷ്ടികൾ മേൽപോട്ടുയർന്നു. ജയ ജയ രാമചന്ദ്ര, സീതാപതേ രാമചന്ദ്ര എന്നുള്ള ജയഘോഷം ആകാശം ഭേദിച്ചു മുഴങ്ങി. ഭരതൻ പറഞ്ഞു, ശത്രുഘ്ന, എന്റെ ശരീരം വിറയ്ക്കുന്നു, ഞാൻ വീഴാതെ നീ സൂക്ഷിച്ചു കൊള്ളണം. അതുകേട്ട് ഹനുമാൻ പറഞ്ഞു, കുമാര, അടിയന്റെ കഴുത്തിൽ കയറി ഇരുന്നുകൊള്ളൂ. ഭരതൻ പറഞ്ഞു, വേണ്ട, നഗ്നപാതനായി നിന്നുകൊണ്ടു വേണം എനിക്ക് ജ്യേഷ്ഠനെ സ്വീകരിക്കാൻ. പുഷ്പകം പുഷ്കരവീതിയിൽ നിന്നും മന്ദം താഴത്തേക്കടുത്തു. നിരക്കട്ടെ ഭദ്രദീപങ്ങളും താലങ്ങളും, ശത്രുഘ്നൻ ആജ്ഞാപിച്ചു.
കൂട്ടവെടികളും കൂട്ടമണിനാദങ്ങളും തുടരെ തുടരെ മുഴങ്ങി. ദേവകാര്യാർത്ഥം ശത്രു നിഗ്രഹം ചെയ്ത് തിരിച്ചെഴുന്നള്ളിയ ധർമ്മമൂർത്തിയെ കാണുവാൻ ഇന്ദ്രാദി ദേവഗണങ്ങളും വന്ന് വാനവീതിയിൽ നിരന്നു. വിമാനം നന്ദിഗ്രാമത്തിന്റെ സമതലത്തിൽ വന്നു നിന്നു. രാമപാദുകങ്ങളും ശിരസിൽ വഹിച്ചുകൊണ്ട് ശത്രുഘ്നാൽ അനുഗതനായി ഭരതൻ ഓടി അടുത്ത് വിമാനത്തിൽ കയറി അഗ്രജന്റെ അടിമലരുകളിൽ വീണ് ഒരു കൊച്ചുകുട്ടിയെ പോലെ വിതുമ്പി വിതുമ്പി കരഞ്ഞു. ശത്രുഘ്നനും അശ്രുധാര വാർത്തുകൊണ്ട് ആദരവോടെ ജ്യേഷ്ഠപാദങ്ങളിൽ വീണു നമസ്കരിച്ചു. രാമഭദ്രൻ രണ്ടുപേരെയും വാത്സല്യപൂർവ്വം പിടിച്ചെഴുന്നേൽപ്പിച്ച് ചുംബിച്ചവരുടെ മൂർധാവുകളിൽ ഹർഷാശ്രുകൾ പൊഴിച്ചു. അനന്തരം സീതാദേവിയുടെ പത്മപാദങ്ങളിലും ഭരതശത്രുഘ്നന്മാർ വീണു വണങ്ങി. മൈഥിലിയുടെ മയ്യൽ മിഴികളിൽ അപ്പോൾ നിറഞ്ഞ വെള്ളം രാമൻ തുടച്ചു കളഞ്ഞു. എല്ലാവരും വിമാനത്തിൽ നിന്നും താഴെ ഇറങ്ങി. വസിഷ്ഠൻ അടുത്തു ചെന്ന് രാമദേവനെ തഴുകി തീർത്ഥജലം തളിച്ച് അനുഗ്രഹിച്ചു. അരുന്ധതി ദേവി ജാനകിയെ ഓമൽ ചുംബനം നൽകി ദേഹം തലോടി. മന്ത്രിമാരും സേനാപതികളും രാമസന്നിധിയിൽ വന്ന് കൈകൂപ്പി കുമ്പിട്ട് തങ്ങളുടെ ഭക്തി ആദരവുകൾ പ്രകടിപ്പിച്ചു. സുഗ്രീവൻ, അംഗദൻ, ജാംബവാൻ, നീലൻ, നളൻ, മൈന്ദൻ, വിവിധൻ, സുഷേണൻ, താരൻ, ഗയൻ, ഗവയൻ, ഗവാക്ഷൻ, വൃഷഭൻ, ശരഭൻ, പനസൻ, വിനതൻ, വികടൻ, ശൂരൻ, ദതിമുഖൻ, കുമുദൻ, ശതബലി, ദുർമുഖൻ, വേഗദർശി, സുമുഖൻ, ഗന്ധമാദനൻ, കേസരി തുടങ്ങിയ വാനര പ്രവരരെയും വിഭീഷണനെയും ഗുഹനെയും സരമ, ത്രിജട, താരരുമ തുടങ്ങിയ അംഗനാദികളെയും ലക്ഷ്മണൻ പരിചയപ്പെടുത്തിയതനുസരിച്ച് ഭരത ശത്രുഘ്നന്മാർ അവരെയും കൈവണങ്ങി. അഗ്രജന്റെ ഭക്തദാസനായ ഹനുമാനെ സ്വന്തം സഹോദരനെ പോലെ ഭരതൻ അൻപു കലർന്ന് പുണർന്നു. ജ്യേഷ്ഠനെ സഹായിച്ച സുഗ്രീവനെ ഗാഠമായി ആലിംഗനം ചെയ്തുകൊണ്ട് ഭരതൻ പറഞ്ഞു, ഞങ്ങൾ 4 പേരല്ല, ഇനി നമ്മൾ 5 പേരാണ്. തങ്ങളുടെ നാഥനെ ഒരു നോക്കു കാണുവാൻ ജലാവലിയുടെ ഇടയിൽ ബഹളം വർദ്ധിച്ചു. അവരുടെ അഭിലാഷം ഗ്രഹിച്ച രാമചന്ദ്രൻ എല്ലാവർക്കും കാണത്തക്ക വിധം മുമ്പിലേക്ക് വന്ന് അവരെ തൊഴുതുകൊണ്ടു നിന്നു. അനന്തരം താപസന്മാരെയും ഭ്രൂസുരന്മാരെയും അദ്ദേഹം വണങ്ങി നമസ്കരിച്ചു. ജയ ജയ രാമചന്ദ്ര എന്നുള്ള ജനാവലികളുടെ ജയഘോഷം അപ്പോഴും മുഴങ്ങി. ആ സമയം തന്റെ ശിരസിൽ ജടകളുടെ ഇടയിൽ വീഴാതെ ഉടക്കി വെച്ചിരുന്ന രാമപാദുകങ്ങൾ രണ്ടും കയ്യിലെടുത്ത് ഭരതൻ ജ്യേഷ്ഠന്റെ തൃക്കഴലുകളിൽ സമർപ്പിച്ചുകൊണ്ട് ഉണർത്തിച്ചു. 14 വർഷങ്ങൾക്കപ്പുറം ജ്യേഷ്ഠൻ രാജ്യഭരണം എന്നിൽ അർപ്പിച്ചു. അതിന്റെ ലക്ഷ്യമായി ഈ പാദുകങ്ങൾ എന്നെ ഏൽപ്പിച്ചു. ഈ പാദുകങ്ങൾ ജ്യേഷ്ഠന്റെ തിരുമുമ്പിൽ വച്ചുകൊണ്ട് രാജ്യം ഞാനിതാ തിരിച്ചേൽപ്പിക്കുകയാണ്. രാമൻ ഭരതനെ തലോടിക്കൊണ്ട് പറഞ്ഞു, ഞാനത് സ്വീകരിച്ചിരിക്കുന്നു. ഭരതൻ പറഞ്ഞു, ആചാര്യനും മന്ത്രിമാരും സേനാപതികളും അനുജന്മാരും പൗരമുഖ്യരും കേൾക്കെ ഞാൻ പറയുകയാണ്, ഇന്ന് എന്റെ ജന്മവും മനോരഥവും സഫലമായി. പണ്ടത്തേതിലും 10 മടങ്ങ് ഭണ്ഡാരം വർദ്ധിച്ചിട്ടുണ്ട്. ചതുരംഗ സേനകളുടെ എണ്ണവും പെരുകിയിട്ടുണ്ട്. ഇനി ഞങ്ങളും പ്രജകളും ജ്യേഷ്ഠന്റെ അധീനത്തിലാണ്. ഞങ്ങൾ 3 അനുജന്മാരുടെയും ഏക അവലംബം ഇനിമേൽ ജ്യേഷ്ഠൻ മാത്രമാണ്. രാമൻ മന്ദഹസിച്ചുകൊണ്ട് അവരജനെ വീണ്ടും ആശ്ലേഷിച്ചു. ആ സമയം പുഷ്പവിരാജിതമായ ഒരു സ്വർണത്തളികയിൽ ഭരണദണ്ഡായ ചെങ്കോൽ മന്ത്രിമുഖ്യനായ സുമന്ത്രർ രാമസന്നിധിയിൽ കൊണ്ടുവന്ന് ഒരു പട്ടു വിരിച്ച് അതിന്മേൽ വച്ചു. രാമൻ പറഞ്ഞു, എന്താണ് സുമന്ത്രരെ ഇത്? സുമന്ത്രർ പറഞ്ഞു, സൂര്യവംശ രാജാക്കന്മാരുടെ ഭരണദണ്ഡായ ചെങ്കോലാണത്. ദശരഥ മഹാരാജാവിന്റെ ദേഹവിയോഗത്തിന് ശേഷം ഇതാരും തൊട്ടിട്ടില്ല. ഇനി ഇത് അങ്ങേക്കുള്ളതാണ്, സ്വീകരിക്കണം. രാമൻ മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ തന്നെ വേണമെന്നുണ്ടോ? സന്ദർഭം വരുമ്പോൾ ഞാൻ വാങ്ങിക്കൊള്ളാം, ആചാര്യനെ ഏൽപ്പിച്ചുകൊള്ളൂ. വസിഷ്ഠൻ പറഞ്ഞു, അതല്ല കുമാര, മന്ത്രിമുഖ്യനോട് അങ്ങു തന്നെ അത് വാങ്ങണം. വാങ്ങി എന്നെ ഏൽപ്പിച്ചുകൊള്ളൂ, വിരോധമില്ല. വസിഷ്ഠന്റെ ഉപദേശമനുസരിച്ച് രാമൻ പ്രവർത്തിച്ചു. അനന്തരം രാമനും അനുജന്മാരും സീതയും കൂടി മാതാക്കളുടെ അടുത്തേക്ക് ചെന്നു. കൗസല്യാദേവി തന്റെ നന്ദനനെ മാറോടണക്കി ആശ്ലേഷിച്ച് അശ്രുക്കൾ പൊഴിച്ചു. പൊന്നുമോനെ, അമ്മ വൃദ്ധയായി, നിന്നെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ ഇന്ന് ഭാഗ്യവതിയായി. രാമൻ പറഞ്ഞു, അമ്മേ, എല്ലാം വിധിയാണ്. പലതും ഞാൻ മൂലം നടക്കാനുണ്ടായിരുന്നു. എല്ലാം നടന്നു കഴിഞ്ഞു. ഇനി ഒരിക്കലും അമ്മ ജീവിതത്തിൽ പുത്രവിരഹം അനുഭവിക്കുകയില്ല. അമ്മയുടെ കണ്ണുനീർ തുടച്ച് ഞൊറിഞ്ഞു ചുളിവീണ കവിളത്തു ചുംബിച്ചു. കൗസല്യ അനന്തരം സീതയെ തടവി ആലിംഗനം ചെയ്തുകൊണ്ട് ചോദിച്ചു, മകളെ, നീ എങ്ങനെ 14 വർഷം കാനനത്തിൽ കഴിഞ്ഞുകൂടി? രാവണൻ നിന്നെ കട്ടുകൊണ്ടുപോയപ്പോൾ നീ കരഞ്ഞോ മകളെ? അവനെ രാമൻ കൊന്നത് ഒറ്റയ്ക്കാണോ? കൗസല്യയുടെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരു സ്നേഹ മധുര പുഞ്ചിരി കൊണ്ട് ജനകാത്മജ മറുപടി നൽകി. സുമിത്ര ലക്ഷ്മണനെ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു, കുഞ്ഞേ ലക്ഷ്മണ, ഞാൻ നൽകിയ ഉപദേശം നീ ശരിയായി അനുഷ്ഠിച്ചോ മകനെ? ലക്ഷ്മണൻ പറഞ്ഞു, അമ്മയുടെ ഉപദേശം അതേപടി ഞാൻ പരിപാലിച്ചു. രാമനെ ദശരഥനായും അടവിയെ അയോധ്യയായും സീതാദേവിയെ അമ്മയായും ഞാൻ കരുതി. അതുപോരെ അമ്മേ? സുമിത്ര പറഞ്ഞു, മതി മകനെ, മതി. ഉത്തമനായ ഒരു അനുജന്റെ ധർമ്മം നീ അനുഷ്ഠിച്ചു. രാമൻ കൈകേയിയുടെ പാദത്തിലും പ്രണമിച്ച് ഭക്തിപൂർവ്വം കുശലപ്രശ്നങ്ങൾ നടത്തി.
തന്റെ സ്വന്തം മാതാവായ കൗസല്യോട് ഉള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹാദരവുകൾ കൈകേകിയുടെ മുമ്പിൽ അദ്ദേഹം പ്രകടിപ്പിച്ചു. അമ്മേ, അപരാധിനിയാണെന്നുള്ള കുറ്റബോധം ഇനി അമ്മയ്ക്ക് ഉണ്ടാകരുത്. അമ്മ നിരപരാധിനിയും സ്നേഹമയുമാണെന്ന് എനിക്കറിയാം. രാവണാദി രക്ഷോവരന്മാരുടെ നിധനത്തിനു വേണ്ടി എനിക്ക് കാനനത്തിലേക്ക് പോകേണ്ടതായിട്ടുള്ള വിധിയുണ്ട്. ആ വിധി ആസൂത്രണം ചെയ്ത ഒരു ഉപാധി മാത്രമായിരുന്നു അങ്ങ്. അമ്മ തെറ്റിദ്ധരിക്കരുത്. കൈകേകിയും വാത്സല്യപൂർവ്വം രാമനെ പുണർന്ന നെറുകയിൽ തെരുതെരേ ചുംബിച്ചു. ലക്ഷ്മണനും കൈകേകി പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. സീതയുടെ അനുജത്തിമാരും ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരുടെ പത്നിമാരുമായിരുന്ന മാണ്ഡവി, ഊർമിള, ശ്രുതകീർത്തി എന്നിവർ വന്ന് ജ്യേഷ്ഠത്തിയെ മുറുകെ ആലിംഗനം ചെയ്ത് വിലപിച്ചതും സീത അവരെ ഓരോരുത്തരെയും കെട്ടിപ്പിടിച്ച് പലവിധ സാന്ത്വനോക്തികൾ ഉരച്ച് അനുനയിപ്പിച്ചതുമായ രംഗങ്ങൾ അത്യധികം ഹൃദയഭേദകമായി കാണികൾക്ക് തോന്നി. പുരസ്ത്രീകളോടും പരിചാരികമാരോടും അത്യന്തം കൂറോടുകൂടി വൈദേഹി കൈകൂപ്പി വിനയം പ്രകടിപ്പിച്ചു. ഈ അവസരത്തിൽ പുഷ്കരലോചനൻ പുഷ്പക വിമാനത്തെ സന്തോഷപൂർവ്വം വൈശ്രവണ സന്നിധിയിലേക്ക് തിരിച്ചയച്ച് താൻ എപ്പോൾ മനസ്സിൽ നിരൂപിക്കുന്നുവോ അപ്പോൾ വരണമെന്നും അരുളി ചെയ്തു. ആ അത്ഭുത വാഹനം മാനത്തിലേക്ക് ഉയർന്ന് തിരോധാനം ചെയ്തു. അനന്തരം ആചാരവിധി അനുസരിച്ച് രാമനും അനുജന്മാരും സ്നാനാദികൾ കഴിച്ച് തൈലലേപനങ്ങൾ ചെയ്തു കുളിച്ച് ആഡംബര പട്ടാഭരണങ്ങളും രത്നമാല്യാദി ആഭരണങ്ങളും ധരിച്ചു. അന്തഃപുര പരിചാരികമാർ സീതയെ പനിനീരൊഴിച്ച ജലത്തിൽ സ്നാനം ചെയ്യിപ്പിച്ച് വിലേറിയ കസവടി പട്ടുവസ്ത്രങ്ങളും രത്നാഭരണ വിഭൂഷണങ്ങളും അണിയിച്ചു. രാമദേവന്റെ അനുഗ്രഹത്താൽ ദേവാംശ സംഭൂതന്മാരായ വാനരന്മാരെല്ലാം മാനുഷ്യരൂപം കൈക്കൊണ്ട് വിശേഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞവരായി കാണപ്പെട്ടു. പിന്നീട് എല്ലാവരും അലങ്കരിച്ച വിവിധജാതി രഥങ്ങളിൽ ചതുരംഗ സേനയുടെ അകമ്പടിയോടും മേളവാദ്യ ഘോഷങ്ങളോടും കൂടി നന്ദിഗ്രാമത്തിൽ നിന്നും അയോധ്യ രാജധാനിയിലേക്ക് തിരിച്ചു. ഏറ്റവും മുന്നിലുള്ള രഥത്തിൽ വസിഷ്ഠനും അരുന്ധതിയും, തൊട്ടു പിന്നിലുള്ള രഥത്തിൽ രാമചന്ദ്രനും സീതയും ത്രിജടയും, അതിനു പുറകിലുള്ള 5 രഥങ്ങളിൽ മുനിമാരും ബ്രാഹ്മണ സത്തമന്മാരും, അവയ്ക്ക് പുറകിലായി 5 രഥങ്ങളിൽ രാജമാതാക്കളും രാജപത്നിമാരും അവരുടെ പരിചാരികമാരും, അവരുടെ പുറകിൽ രണ്ടു രഥങ്ങളിലായി സരമ. ഇങ്ങനെ എല്ലാവരും ഓരോരുത്തരും അവരവരുടെ പുറകിലായി വാനരപ്രവരന്മാർ അങ്ങനെ ഓരോ രഥങ്ങളും സഞ്ചരിക്കുകയാണ്. ഭഗവാൻ രാമചന്ദ്രൻ ആരൂഢം ചെയ്ത പള്ളിത്തേരിന്റെ സാരഥ്യമോ ഭക്തനായ ഹനുമാൻ കൈവരിച്ചു. അന്നത്തെ പോലൊരു രഥഘോഷയാത്ര അയോധ്യയുടെ ചരിത്രത്തിൽ അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. കൊട്ടാരത്തിലെത്തിയ അതിഥികൾക്ക് അവരവരുടെ സ്ഥാന മഹിമ അനുസരിച്ച് പ്രത്യേകം താമസിക്കാനുള്ള മന്ദിരങ്ങളും ഒഴിച്ചുകൊടുത്തു. അന്ന് സായാഹ്ന വേളയിൽ വസിഷ്ഠനും മന്ത്രിപ്രവരന്മാരും ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരും കൂടി ആലോചിച്ച് രാമഭദ്രന്റെ സമ്മതവും അനുവാദവും വാങ്ങി 3-ാം ദിവസം പട്ടാഭിഷേക മഹോത്സവം നടത്താൻ തീരുമാനിച്ചു. അതനുസരിച്ച് അന്നുതന്നെ ബന്ധുരാജാക്കന്മാരെയും സാമന്ത രാജാക്കന്മാർക്കൊക്കെ ക്ഷണപത്രികകൾ നൽകി. അടുത്ത ദിവസം പ്രഭാതത്തിൽ പെരുമ്പറയടിച്ച് രാജകീയ വിളംബരവും പ്രസിദ്ധപ്പെടുത്തി. രാജ്യം മുഴുവനും പ്രത്യേകിച്ച് അയോധ്യ നഗരം വിചിത്രമായ വിധം അലങ്കരിക്കുവാൻ ഏർപ്പാടുകൾ ചെയ്തു. അന്ന് സീത മൃദു പുഞ്ചിരി തൂകി കളിമട്ടിൽ ആത്മവല്ലഭനോട് ചോദിച്ചു, ഈ പട്ടാഭിഷേകവും ഏതെങ്കിലും ഒരു അമ്മ സമയത്തിന് മുടക്കാൻ വരുമോ നാഥ? രാമൻ പ്രതിമന്ദഹാസം തൂകി, എങ്കിൽ ഉപകാരമായിരുന്നു. നമുക്ക് വീണ്ടും കാട്ടിൽ പോയി സ്വസ്ഥമായി കഴിഞ്ഞുകൂടാമായിരുന്നു, അല്ലേ സീതേ? അപ്പൊ സീത പറഞ്ഞു, ഓ, അപ്പോഴൊരു പുത്തൻ രാവണൻ വന്ന് വീണ്ടും എന്നെ കട്ടുകൊണ്ടുപോയാലോ? രണ്ടുപേരും ഒപ്പം പൊട്ടിച്ചിരിച്ചു. ക്ഷണമനുസരിച്ച് മിഥിലയിൽ നിന്നും ജനക മഹാരാജാവും, കേകയത്തിൽ നിന്നും യുധാജിത്തും, വാരണാസിയിൽ നിന്നും സുമിത്രാ പിതാവായ കാശിരാജനും, കോസലത്തിൽ നിന്നും കോസലാധിപതിയും അവരുടെ ബന്ധുമിത്രങ്ങളോടും പരിവാരങ്ങളോടും കൂടി സമയത്തിന് മുമ്പ് തന്നെ സമാഗതരായി. അംഗരാജ്യത്തിൽ നിന്നും ശാന്തയും അംഗാധിപനും എത്തി. മറ്റു മഹീപതികളും സാമന്ത നൃപതികളും നാടുവാഴികളും അവിളംബം വന്നു ചേർന്നു. അതിഥി രാജാക്കന്മാരെയും അവരുടെ പരിവാരങ്ങളെയും വേണ്ടവിധം സൽക്കരിക്കാനും താമസിപ്പിക്കാനും ഉള്ള ചുമതലകളുടെ മേൽനോട്ടം ഭരത ശത്രുഘ്നന്മാർ നിർവഹിച്ചു. പട്ടാഭിഷേക ദിനം സമാഗതമായി. ആദിത്യൻ ഒരു കനക മണികുംഭവും വഹിച്ചുകൊണ്ട് പൂർവാംബരത്തിൽ ഉയർന്നു. അയോധ്യ നഗരം ഒരു മനുഷ്യ മഹാസാഗരമായി മാറി. അന്നദാനം, വസ്ത്രദാനം, ഗോദാനം, സ്വർണദാനം തുടങ്ങിയ ഷോഡശദാനങ്ങളും 4 ഗോപുരങ്ങളിലും നാടകശാല, ഹാടകശാല, വിനോദശാല, സഭാശാല എന്നീ രാജമന്ദിരങ്ങളിലും വെച്ച് സുമന്ത്രരുടെ മേൽനോട്ടത്തിൽ മന്ത്രിമാർ ലോഭമില്ലാതെ നടത്തി വന്നു. അഭിഷേകത്തിനുള്ള പുണ്യതീർത്ഥങ്ങൾ 4 സമുദ്രത്തിൽ നിന്നും ജാമ്പവാൻ, ഹനുമാൻ, അംഗദൻ, സുഷേണൻ എന്നീ വാനരന്മാർ പോയി സുവർണ കുംഭങ്ങളിൽ കൊണ്ടുവന്നു. പുണ്യമന്ദാകിനികളിലെ തീർത്ഥവും കൊണ്ടുവരപ്പെട്ടു. സീതാസമേതം വ്രതാചരണം അനുഷ്ഠിച്ച രാമചന്ദ്രൻ പിതൃമന്ദിരത്തിലെത്തി. ദിവംഗതനായ അച്ഛനെയും മാതൃഗൃഹങ്ങളിലെത്തിയ അമ്മമാരെയും പ്രത്യേകിച്ച് അഗ്രജയായ ശാന്തയെയും വന്ദിച്ച് മഹർഷിമാർക്കും ബ്രാഹ്മണർക്കും ദ്രവ്യദാനങ്ങളും നൽകി രാജകീയ മണിരഥത്തിൽ അഭിഷേകശാലയിലേക്ക് യാത്ര പുറപ്പെട്ടു.
സുഗ്രീവനും അംഗദനും ഹനുമാനും വിഭീഷണനും ദിവ്യ വസ്ത്ര ആഭരണങ്ങളൊക്കെ ധരിച്ച് ഗജാരൂഢരായി നാഥന് അകമ്പടി സേവിച്ചു. സീതാദേവിയുടെ രഥത്തിന് താരരുമ സരമ ത്രിജട എന്നീ ധന്യാംഗികളും അകമ്പടി സേവിച്ചു. രഘുപതിയുടെ പൊന്മയ സെന്തനത്തിന് അനുജനായ ഭരതൻ തന്നെ ചമ്മട്ടിയുമേന്തി സാരഥ്യം വഹിച്ചു. രാമചന്ദ്രന്റെ പിറകിൽ ശത്രുഘ്നൻ വെൺകൊറ്റക്കുട പിടിച്ചു. ലക്ഷ്മണൻ ഘോഷയാത്ര നയിച്ചു. മേളവാദ്യങ്ങളും സംഗീത ധ്വനികളും വേദഗാനങ്ങളും വെടിപടഹാദികളും ഖണ്ഡാനാദങ്ങളും മുഴങ്ങിക്കൊണ്ടേയിരുന്നു. പൊൻതാലങ്ങളും ഭദ്രദീപങ്ങളും മുമ്പിൽ നീങ്ങുന്നുണ്ടായിരുന്നു. ഘോഷയാത്ര അവസാനിച്ചു. രഥങ്ങളിൽ നിന്നും ഇറങ്ങി അഭിഷേക വേദിയുടെ രത്നസിംഹാസന പീഠത്തിൽ രാമനും സീതയും സദസ്സിനെ വണങ്ങി ഉപവിഷ്ടരായി. വിഭീഷണൻ വെഞ്ചാമരം വീശി. വാമദേവൻ, വാൽമീകി, ഗൗതമൻ, ഭരദ്വാജൻ എന്നീ 4 മുനികളും അഭിഷേക വേദിക്കടുത്ത് മുമ്പിൽ വന്നു നിന്നു. പരിമള ധൂമങ്ങൾ ഉയർന്നു. വസിഷ്ഠൻ പുണ്യ വൈദിക ബ്രാഹ്മണരുടെ വേദമന്ത്രോച്ചാരണ നാദബ്രഹ്മത്തിൽ ലയിച്ച് ധ്യാനിച്ച് അഭിഷേക തീർത്ഥം നിറഞ്ഞ സുവർണ പൂർണ്ണകുംഭം കയ്യിലെടുത്തു. രാമഭദ്രന്റെ പട്ടാഭിഷേക മഹൽ കർമ്മം കാണുവാൻ ദേവഗന്ധർവ കിംപുരുഷ സിദ്ധ ചാരണാദി സർവ വാനവ വൃന്ദങ്ങളും വാനവീതിയിൽ നിരന്നു. 1000 ആദിത്യന്മാരുടെ പ്രഭയോടെ സദസ്സിൽ ഭദ്രദീപങ്ങൾ പ്രകാശിച്ചു. ആ സമയം ഭരതൻ സുഗ്രീവനെയും വിഭീഷണനെയും ഗുഹനെയും നോക്കി പറഞ്ഞു, ആചാര്യ വസിഷ്ഠ മഹർഷിയുടെ പ്രഥമ അഭിഷേക കർമ്മം കഴിഞ്ഞാൽ അടുത്ത കുംഭം സുഗ്രീവനും 3-ാമത്തെ കുംഭം വിഭീഷണനും 4-ാമത്തെ കുംഭം ഗുഹനുമെടുത്ത് ജ്യേഷ്ഠനെ അഭിഷേകം ചെയ്യണം. ജാതി വ്യത്യാസം നിരർത്ഥകമെന്ന് ശ്രീരാമ പട്ടാഭിഷേകം കൊണ്ട് ലോകം ധരിക്കണം. വസിഷ്ഠൻ അതു സമ്മതിച്ചു. രാമചന്ദ്രന്റെ മുഖത്ത് സന്തോഷത്തിന്റെ ഒരു ചന്ദ്രിക തന്നെ ഉദിച്ചു. ജ്യോതിഷി ദിവ്യ മുഹൂർത്തമായി എന്നറിയിച്ചു. വേദോച്ചാരണങ്ങൾ പൂർവാധികം ഉച്ചത്തിൽ മുഴങ്ങി. ബ്രഹ്മാത്മജനായ വസിഷ്ഠ മഹർഷി ത്രിമൂർത്തികളെയും ത്രിദേവികളെയും അഷ്ടദിക്പാലകന്മാരെയും 30 കോടി ദേവീ ദേവന്മാരെയും വിഘ്നേശ്വരനായ ഗണനാഥനെയും ദേവാചാര്യനായ ബൃഹസ്പതിയെയും ധ്യാനിച്ച് സാക്ഷ്യപ്പെടുത്തി. അഗ്നി ഭഗവാനെ കർമ്മ സാക്ഷിയാക്കി നിർത്തി. രഘുപതി രാമചന്ദ്രനെ അയോധ്യാധിപതിയായി പുണ്യതീർത്ഥത്താൽ പട്ടാഭിഷേകം ചെയ്തു. ആ സമയം ആകാശത്തു നിന്നും ദേവകൾ ഇടതടവില്ലാതെ മലർ ജാലങ്ങൾ വർഷിച്ചു. അടുത്ത കുംഭം അർക്കാത്മജനെടുത്ത് ശ്രീരാമചന്ദ്രന്റെ മൗലിയിൽ ഭക്തിപൂർവ്വം അഭിഷേകം ചെയ്ത് കോൾമയർ കൊണ്ടു. 3-ാമത്തെ കുംഭം വിഭീഷണനും 4-ാമത്തെ കുംഭം ഗുഹനുമെടുത്ത് മഹർഷിമാരെയും ബ്രാഹ്മണരെയും മഹാസദസ്സിനെയും വണങ്ങി ദാശരഥിയുടെ ശിരസിൽ ഭക്തിയോടെ പുണ്യാഭിഷേകം ചെയ്തു. അനർഹമായ പ്രവൃത്തിയാണ് തങ്ങൾ ചെയ്യുന്നതെന്നോർത്ത് അവർ ചഞ്ചലചിത്തരായി. മന്ത്രജപങ്ങളാൽ പൂജിക്കപ്പെട്ട 1008 പൊൻകലശങ്ങളിലെ പുണ്യതീർത്ഥങ്ങളാൽ പിന്നീട് രാമഭദ്രൻ അഭിഷിക്തനായി. ഈ അവസരത്തിൽ സുഗ്രീവനും വിഭീഷണനും വെഞ്ചാമരങ്ങൾ വീശി. ശത്രുഘ്നൻ ശ്വേതാതപത്രം പിടിച്ചു. ഭരത ലക്ഷ്മണന്മാർ അഗ്രജന്റെ പിറകിലും നിന്നു. ജാനകി ദേവി വാമഭാഗത്തും ഉപവിഷ്ടയായി. ഹനുമാൻ, ജാമ്പവാൻ തുടങ്ങിയ വാനരന്മാർ മുമ്പിൽ ദണ്ഡ നമസ്കാരങ്ങൾ ചെയ്തു. അങ്ങനെ ശ്രീരാമ പട്ടാഭിഷേകം ലോകത്തിലെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധം അത്ര ആഘോഷമായി നടന്നു. രാമാഭിഷേകത്തിന് സമം രാമാഭിഷേകമല്ലാതെ മറ്റൊന്നുമില്ല. ആ സമയം ഇന്ദ്രൻ ഇന്ദ്രാണിയുമായി മറ്റാർക്കും കാണാൻ പാടില്ലാത്ത വിധം രാമചന്ദ്രന്റെയും ജാനകി ദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. രത്നോജ്വലമായ ഒരു ദിവ്യഹാരം അമരനാഥൻ അരവിന്ദ നയനന്റെ ഗളത്തിൽ അണിയിച്ചു. ഇന്ദ്രാണി ഒരു കൽപ്പക മലർമാല്യം സീതാദേവിയുടെ കണ്ഠത്തിലും ചാർത്തി. പട്ടാഭിഷേക മഹോത്സവം കഴിഞ്ഞ് ആഗതരായവരെല്ലാം പിരിഞ്ഞു. സുഗ്രീവനെ അടുത്തു വിളിച്ചുകൊണ്ട് രാമചന്ദ്രൻ അരുളി ചെയ്തു, സഖേ, എന്റെ ഒരു ജ്യേഷ്ഠനെ പോലെ ഞാൻ അങ്ങയെ പരിഗണിക്കുന്നു. അങ്ങയെ വിട്ടുപിരിയാൻ എനിക്ക് വളരെ മനസ്താപമുണ്ട്. അങ്ങൊരു രാജാവായതിനാൽ പരതന്ത്രനാണ്. രാജ്യത്തിലേക്ക് പോകാതെ നിവർത്തിയില്ല. കിഷ്കിന്ധ അയോധ്യ രാജകുമാരന് അഭയമരുളിയ പുണ്യഭൂമിയാണ്. എന്റെ ഭക്തന്മാരായ വാനരന്മാരെ സംരക്ഷിച്ചുകൊണ്ട് രുമയോടും താരയോടും കൂടി ആഹ്ലാദപൂർവ്വം ക്ഷേമ ഐശ്വര്യത്തോടെ അങ്ങ് ആ രാജ്യാധിപതിയായി നീളാൻ വാഴുക. അംഗദനെ പുത്രനായും യുവരാജാവായും കരുതണം. ഒരിക്കലും അവനെ വേദനിപ്പിക്കരുത്. അനന്തരം അംഗദനെ വിളിച്ചു. സുഗ്രീവനോട് ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. അദ്ദേഹത്തെ സ്വന്തം പിതാവായി തന്നെ നീ കരുതണം. കിഷ്കിന്ധയ്ക്ക് നീ ഒരു വലിയ നേട്ടമാണ്. നീ യുവരാജാവാണെങ്കിലും സർവ്വ അധികാരങ്ങളും നിനക്കുണ്ടായിരിക്കും. നിനക്ക് എപ്പോഴെങ്കിലും വിഷമം വരുമ്പോ നീ എന്നെ വന്നു കാണണം. നിങ്ങൾക്ക് 2 പേർക്കും മംഗളം ഭവിക്കട്ടെ. അതിനുശേഷം അദ്ദേഹം വിഭീഷണനെ വിളിച്ചു. ഭൂലോകതിലകമായ ലങ്ക അങ്ങയുടെ ഭരണകാലത്ത് സർവ്വ ഐശ്വര്യ സമൃദ്ധമായി തീരട്ടെ. അങ്ങയുടെ ഭക്തിധർമാദികളാൽ രാക്ഷസന്മാർ ദുഷ്ടത വെടിഞ്ഞ് ധർമ്മിഷ്ഠരായി ഭവിക്കും. രാക്ഷസ രാജ്യമെന്നുള്ള പേര് ലങ്കയിൽ നിന്നും വിട്ടകലും. ചിരകാലം അങ്ങ് ലങ്കാധിപതിയായി വാഴുക. ഞാൻ അങ്ങയെ ഒരിക്കലും മറക്കുകയില്ല. ഏതാവശ്യം വന്നാലും ഞാൻ അങ്ങയെ ക്ഷണിക്കും. അങ്ങ് വരണം. നാം തമ്മിലുള്ള സ്നേഹബന്ധം സുദൃഢമായിരിക്കണം. അങ്ങ് എന്നെ മറക്കരുത്.
എന്റെ ധർമ്മപത്നി സീതയെ ലങ്കയിലെ അശോകവനത്തിൽ കാത്തു സൂക്ഷിച്ച് വേണ്ട സാന്ത്വനങ്ങൾ നൽകിയത് അങ്ങയുടെ പുത്രി ത്രിജടയാണ്. അതെനിക്ക് മറക്കാൻ സാധ്യമല്ല. കുപ്പയിലെ ഒരു മാണിക്യമാണവൾ. പുത്രിയോടും ധർമ്മധാരങ്ങളോടും കൂടി അങ്ങ് തിരിച്ചു പോകുക. ഇപ്രകാരം പറഞ്ഞനുഗ്രഹിച്ച് വിഭീഷണനും വേണ്ട രത്നസ്വർണ്ണ വിഭൂഷണങ്ങളും വിശിഷ്ട വസനങ്ങളും നൽകി രാമൻ യാത്രയാക്കി. മൂന്നാമതായി അദ്ദേഹം ഗുഹനെ വിളിച്ചു. ശൃംഗിവേരാധിപ, അങ്ങ് ജാതിയിൽ നിഷാദനാണ്. അതാണ് ഞാൻ അങ്ങയെ ആലിംഗനം ചെയ്തത്. എനിക്ക് വേടനെന്നും വേദിയനെന്നുമുള്ള വ്യത്യാസമില്ല. എന്നോട് ഭക്തിയും സ്നേഹവും ഉള്ളവൻ ആരു തന്നെയായാലും അവൻ എന്നോട് ചേരുന്നവനും ചേരേണ്ടവനുമാണ്. ഗുഹ, അങ്ങ് സന്തോഷമായി പോകൂ. അങ്ങേക്ക് എപ്പോൾ എന്നെ കാണണമെന്ന് ആഗ്രഹം തോന്നുവോ അപ്പോൾ അങ്ങേക്ക് എന്നെ കാണുവാൻ കഴിയും. ഈ വിധം പറഞ്ഞ് മാനസാനന്ദം വരുത്തി ഗുഹനും അദ്ദേഹം വേണ്ട സമ്മാനങ്ങൾ നൽകി. പിന്നീട് സുമിത്രാ പിതാവായ കാശിരാജന്റെ പാദങ്ങളെ സീതയും രാമനും ചെന്നു വണങ്ങി. കേകയ രാജാവായ യുധാജിത്തിനെയും ഏറ്റവും ഭക്തി ബഹുമാന ആദരവുകളോടെ രാമഭദ്രൻ യാത്രയാക്കി. ഒടുവിൽ ജനക മഹാരാജാവിന്റെ യാത്രയപ്പാണ് നടന്നത്. അദ്ദേഹത്തിന്റെ പാദങ്ങളിലും സീതയും രാമനും ചേർന്ന് നമസ്കരിച്ചു. മൈഥിലിയെ കൊണ്ട് വിലയേറിയ പട്ടാഭരണങ്ങളും ദ്രവ്യങ്ങളും രാമൻ അദ്ദേഹത്തിന് കൊടുപ്പിച്ചു. ആ സമയം ഭരതലക്ഷ്മണ ശത്രുഘ്നന്മാരും അവരുടെ പത്നിമാരായ മാന്ധവി, ഊർമിള, ശ്രുതകീർത്തി എന്നിവരും അവിടെ സന്നിഹിതരായി. വൃദ്ധനായ ജനക മഹീപതി 4 പുത്രിമാരെയും മാറി മാറി മടിയിൽ പിടിച്ചിരുത്തി ഓമനിച്ച് ആശ്ലേഷിച്ചു വേണ്ട അനുഗ്രഹങ്ങൾ നൽകി. ജാമാതാക്കളായ 4 പേരെയും അദ്ദേഹം ആശീർവദിച്ചു. മക്കളെ, നിങ്ങൾ ലോകോത്തര മഹാപുരുഷന്മാരായി തീരട്ടെ. രാമനെ പ്രത്യേകമായും അനുഗ്രഹിച്ചു. അങ്ങനെ എല്ലാ ബന്ധുരാജാക്കന്മാരോടും രാജീവലോചനൻ യാത്ര പറഞ്ഞു. അന്തിമരംഗം സമാഗതമായി. രാമൻ തന്റെ കണ്ഠത്തിൽ കിടന്ന ഒരു വൈരമാല ഊരി വൈദേഹിയുടെ കരത്തിൽ അർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മാല നിനക്കിഷ്ടമുള്ള ആളിന് നീ സമ്മാനിച്ചുകൊള്ളൂ. ദേവി ആ വിശിഷ്ടഹാരം തന്റെ തളിരൊളിക്കൈയിൽ തൂക്കിപ്പിടിച്ചുകൊണ്ട് ഭദ്രമുഖാമുജത്തിലും അവിടെ നിന്ന പലരുടെയും മ്ലാനവദനങ്ങളിലും മാറി മാറി നോക്കി. എന്നിട്ട് നിഷ്കമ്പനായി ധ്യാനത്തിൽ മുഴുകി നിന്ന ഹനുമാനെ നോക്കി ആഞ്ജനേയാ എന്ന് വിളിച്ചു. ആ ഭക്തൻ ധ്യാനത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. സീതാദേവിയുടെ തിരുമുമ്പിൽ വന്ന് ഭക്തിപൂർവ്വം കൈകൂപ്പി നിന്നു. വാത്സല്യമേറിയ അമ്മ തന്റെ ഓമന മകന്റെ കഴുത്തിലെന്നതുപോലെ സീതാദേവി ആ ഹാരം ഹനുമാന്റെ ഗളത്തിൽ അരുമയോടെ അണിയിച്ചു. അത് കണ്ട ആ സദസ്സ് മുഴുവനും ഹർഷാരവം മുഴക്കി. രാമൻ പറഞ്ഞു, ഹനുമാൻ, നിനക്ക് എന്തു വരം വേണം? ചോദിച്ചുകൊള്ളൂ. ജാനകി നിന്നെ ഒരു മാല അണിയിച്ചു. ഞാൻ നിനക്കിനി ഒരു വരവും തരാം. ഹനുമാൻ പറഞ്ഞു, പ്രഭോ, സ്വാമിൻ, അടിയൻ ഒരു വരവും വേണ്ട. നിൻ തിരുവടിയുടെ നാമവും ചരിതവും ഭൂമിയിൽ കീർത്തിക്കപ്പെടുന്ന കാലത്തോളം അത് കേട്ട് ആനന്ദിക്കുവാൻ അടിയന് കഴിയുമാറാകണം. അതിനുവേണ്ടി അത്രയും കാലം അടിയനും ഭൂമിയിൽ ജീവിക്കുമാറാകണം. അങ്ങനെ ഒരു അനുഗ്രഹം മാത്രം അടിയനും മതി. സത്യം പറഞ്ഞാൽ ഈ ഒരു ഇത് കേൾക്കുമ്പോൾ നമുക്ക് കണ്ണീരണിഞ്ഞു പോകും. ഭഗവാന്റെ ആ ഭക്തനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആഞ്ജനേയ സ്വാമി ചോദിച്ചത് കേട്ടില്ലേ, ഈ ഭൂമിയിൽ ഭഗവാന്റെ നാമമുള്ളിടത്തോളം കാലം ജീവിക്കണം. അതെന്തിനാ? അത് കേൾക്കാൻ വേണ്ടി ജീവിക്കണം. ആ ആഞ്ജനേയർ സ്വാമിക്ക് തുല്യം ഹനുമാൻ സ്വാമി മാത്രമേ ഉള്ളൂ. ജയ ജയ ശ്രീ ആഞ്ജനേയർ. അപ്പോൾ രാമചന്ദ്രൻ പറഞ്ഞു, എന്റെ നാമം ഊഴിയിൽ വിസ്തൃതമാകാതിരിക്കുന്നതോളം കാലം, ആരും എന്നെ മറക്കാതിരിക്കുന്നിടത്തോളം കാലം ഭക്തോത്തമ നീയും ഭൂതലത്തിൽ വാഴുക. പാഷാണ്ഡന്മാർ വർദ്ധിച്ച് അതിനെന്ന് അപഹർഷതയുണ്ടാകുന്നുവോ അന്ന് നീ ബ്രഹ്മസായുജ്യപദവും നേടിക്കൊള്ളുക. ഞാൻ എപ്പോൾ നിന്നെ കാണുവാൻ മനസ്സിൽ നിനയ്ക്കുന്നുവോ അപ്പോൾ നീ എന്റെ സന്നിധാനത്തിൽ വരണം. രാമഭദ്രനെയും സീതാദേവിയും താണു വീണു നമസ്കരിച്ച് വിടവാങ്ങിക്കൊണ്ട് ആ ഭക്തൻ തൊഴുകയോടെ പിറകോട്ട് നടന്ന് അപ്രത്യക്ഷനായി. ഹനുമാൻ തപസ് ചെയ്യുവാനായി ഹിമാലയ സാനുവിലുള്ള ഗന്ധമാദനത്തിലെ കദളീ വനത്തിലേക്കാണ് പുറപ്പെട്ടത്. ആ ഭക്തന്റെ യാത്ര കണ്ട് സീതയുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. മാരുതി പോയതിന് മൈഥിലി എന്തിനു കരയുന്നു? നാം വിചാരിക്കുമ്പോൾ ഹനുമാൻ നമ്മുടെ അടുത്തു വരുമല്ലോ. രാമൻ പ്രിയതമയെ സാന്ത്വനപ്പെടുത്തി. അനന്തരം ജാനകി രാഘവന്മാർ അനുജന്മാരാൽ അനുഗതരായി അന്തപുരത്തിൽ പ്രവേശിച്ചു. അവിടെ സരമ, ത്രിജട, രുമ, താര തുടങ്ങിയ മഹിളാമണികൾ എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു. വേർപാടിന്റെ വേദന അവരുടെ മുഖമണ്ഡലത്തിൽ നിഴലിച്ചിരുന്നു. സീതാദേവി അവരോടെല്ലാവരോടും അതീവ ദുഃഖത്തോടെ യാത്ര പറഞ്ഞു. ഇനിയും തമ്മിൽ കാണാമെന്ന് പറഞ്ഞ് അവരെ സാന്ത്വനപ്പെടുത്തി. പ്രാണേശ്വരന്റെ നിർദ്ദേശമനുസരിച്ച് വൈദേഹി എല്ലാവർക്കും വിശിഷ്ട സമ്മാനങ്ങൾ നൽകി.
ത്രിജട സീതയുടെ കരപല്ലവം ഗ്രഹിച്ചതിനെ ചുംബിച്ചുകൊണ്ട് ഗദ്ഗദ കണ്ടയായി ചോദിച്ചു, ദേവി, ഞാനും പോകട്ടെ? ഈ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നാം തമ്മിൽ കണ്ടുമുട്ടുമോ? ഇനി എന്നെ ദേവി മറക്കുമോ? അവളുടെ ചെന്തണ്ടാർ നയനങ്ങളിൽ നിന്നും അടർന്നു വീണ ബാഷ്പകണങ്ങൾ മൈഥിലിയുടെ കൈപ്പത്തിന്മേൽ ചുടുവെള്ളമായി വീണ് പൊള്ളിച്ചു. സീത അവളെ ആലിംഗനം ചെയ്തുകൊണ്ട് സമാശ്വസിപ്പിച്ചു. ത്രിജടെ, നിന്നെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. നീ ഞാനും, ഞാൻ നീയുമാണ്. നിനക്ക് എന്നെ കാണാൻ ആഗ്രഹം തോന്നുന്ന സമയത്ത് നീ ഇവിടെ വരണം. ഈ അയോധ്യയിലെ അന്തഃപുരം നിന്നെ എന്നും സ്വാഗതം ചെയ്യും. എന്നോടുള്ള സ്നേഹത്തെ അടിസ്ഥാനമാക്കി നീ ഇവിടെ എന്റെ സഖിയായി താമസിക്കുന്നത് ശരിയാണോ? നീയും ഒരു രാജപുത്രി അല്ലേ? എന്തോ ഭൂതോദയം ഉണ്ടായവളെ പോലെ അല്പനേരം ആലോചിച്ചു നിന്നതിന് ശേഷം ജാനകി ദേവി ഒരാലോചനയും കൂടാതെ പെട്ടെന്ന് രാമചന്ദ്രന്റെ കഴുത്തിൽ കിടന്നിരുന്ന മണിമുത്തുമാല ഊരി ത്രിജടയുടെ ഗളതലത്തിലാണ്. അസംഗതമായ ആ പ്രവൃത്തി കണ്ട അവിടെ നിന്ന അങ്കനാമണികൾ അതിശയ വിവശരായി. ഒരു മൃദു മന്ദഹാസം തൂങ്ങിക്കൊണ്ട് ദശരഥ സൂനു അപ്പോൾ പ്രവചിച്ചു, സീത കാണിച്ചത് തെറ്റല്ല. നാളത്തെ അനുഭവത്തിന്റെ ഒരു സൂചനയാണത്. ഇന്നു ഞാൻ ഏകപത്നി വ്രതനാണ്. നാളെ ഞാൻ ബഹുപത്നി വ്രതനായി തീരും. അന്ന് ആ മാല്യത്തിന് പുനർജീവനം സിദ്ധിക്കും. ഇപ്പോൾ അത് ത്രിജടയുടെ കഴുത്തിൽ കിടന്നുകൊള്ളട്ടെ. രാമചന്ദ്രൻ അന്തപുരത്തിന് വെളിയിൽ കടന്നപ്പോൾ ജാംബവാൻ അവിടെ തൊഴുതുകൊണ്ട് നിൽക്കുന്നത് കണ്ട് കരുണാദ്ര മാനസനായി അരുളി ചെയ്തു, ബ്രഹ്മപുത്ര, അങ്ങയോട് ഞാൻ പ്രത്യേകമായി യാത്രയൊന്നും പറഞ്ഞില്ല. അതിലങ്ങ് വിഷമിക്കരുത്. എന്റെ സർവ്വ വിജയത്തിന്റെയും സൂത്രധാരൻ അങ്ങാണ്. അതിന്റെ ഫലം ദ്വാപര യുഗത്തിൽ ഞാൻ നേരത്തെ തന്നില്ലേ അനുഗ്രഹം, അത് അങ്ങേക്ക് ലഭിക്കും. അന്നും അങ്ങ് ജീവിച്ചിരിക്കും. അന്ന് അങ്ങേക്ക് ഒരു പുത്രി ഉണ്ടാകും. അവൾ വിഷ്ണുദേവന്റെ പത്നിയായി തീരും. അങ്ങ് സന്തോഷത്തോടെ പോകും. അങ്ങേക്ക് സർവമംഗളങ്ങളും സിദ്ധിക്കട്ടെ. ഈ വിധം അനുഗ്രഹിച്ച ആ പുണ്യ പുരുഷോത്തമൻ തന്റെ കഴുത്തിൽ കിടന്നിരുന്ന ഒരു മണിമാല ഊരി ജാംബവാന്റെ കണ്ടത്തിലും അണിയിച്ച ആ ഭക്തനെയും സന്തുഷ്ടനാക്കി യാത്രയച്ചു. അതിഥികളും ബന്ധുമിത്രാദികളും എല്ലാവരും പിരിഞ്ഞു. അയോധ്യ ചക്രവർത്തിയായി ശ്രീരാമചന്ദ്രൻ രാജ്യഭരണം കയ്യേറ്റ് ചങ്കോൽ ധരിച്ചു. കുലഗുരുവിനോടും മന്ത്രിപ്രവരരായ സുമന്ത്രരോടും ആലോചിച്ച് ഭരതനെ യുവരാജാവായും പട്ടാഭിഷേകം ചെയ്തു. അങ്ങനെ രാമരാജ്യം സമാഗതമായിരിക്കുന്നു. പിതാവ് പുത്രന്മാരെ എന്ന വണ്ണമാണ് രാമൻ തന്റെ പ്രജകളെ കരുതി വന്നത്. ആരുടെ സങ്കടവും കേൾക്കാൻ അദ്ദേഹം സദാ സന്നദ്ധനായിരുന്നു. ചക്രവർത്തി എന്ന സ്ഥാനത്തേക്കാൾ പ്രജാ പരിപാലനത്തിനാണ് അദ്ദേഹം മുൻതൂക്കം നൽകിയത്. രാജ്യത്തിൽ നിന്നും ദാരിദ്ര്യം പാടേ നിർമ്മാർജ്ജനം ചെയ്യുവാൻ അദ്ദേഹം പരമാവധി യത്നിച്ചു. അതിനുവേണ്ടി രാജാവെന്നുള്ള ഉന്നത പദവി മറന്ന് സാധാരണക്കാരുമായി അദ്ദേഹം സഹകരിച്ചു. ധനവാന്റെ അധിക സമ്പത്ത് ധനമില്ലാത്തവർക്ക് വേണ്ടി വിനിയോഗിക്കുവാൻ പൗരാവലിയോട് സ്നേഹബുദ്ധിയ അദ്ദേഹം ആഹ്വാനം ചെയ്തു. രാമരാജ്യത്തിൽ സർവ്വജനങ്ങളും തുല്യരായി തീരണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദർശവും മുദ്രാവാക്യവും. രാജാവെന്നുള്ള ഉന്നത സ്ഥാനം രാമചന്ദ്രൻ ഒരിക്കലും ഗൗനിച്ചിരുന്നില്ല. സ്നേഹവും സമഭാവനയുമായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ട് പ്രധാന ഗുണങ്ങൾ. പ്രജകളുടെ അഭിമതവും അഭിപ്രായവും അദ്ദേഹം ആദരിച്ചു. യാതൊരു ദുഃഖവും രാജ്യവാസികൾക്കുണ്ടാകാതിരിക്കാൻ വേണ്ട പരിഷ്കാരങ്ങൾ അദ്ദേഹം ഏർപ്പെടുത്തി. ജാതി വ്യത്യാസം നാട്ടിൽ നിന്നും ബഹിഷ്കൃതമാക്കി. എല്ലാവരും സമത്വവും സാഹോദര്യവും പുലർത്തി. ഭൂമി സസ്യപരിപൂർണമായി വിളങ്ങി. കൃഷിപ്പിഴകൾ പോലും ഉണ്ടാകാതെയായി. രോഗങ്ങളും ബാലമരണങ്ങളും സംഭവിക്കാതിരിക്കത്തക്ക വണ്ണം ആതുര സഹായങ്ങളും അദ്ദേഹം ചെയ്തു. ഭർത്താവിന്റെ ഭരണകാര്യത്തിൽ സീതയും വേണ്ട സഹകരണങ്ങളും ഉപദേശങ്ങളും നൽകിക്കൊണ്ടേയിരുന്നു. അനുജന്മാരും ജ്യേഷ്ഠന്റെ സൽഭരണം പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ വേണ്ട യത്നങ്ങളും ത്യാഗങ്ങളും അനുഷ്ഠിച്ചു. സത്യധർമാദികൾ വെടിഞ്ഞ് ആരും ഒരു കാലത്ത് നടന്നിരുന്നില്ല. സദാചാരബോധവും ദൈവവിശ്വാസവും ജനങ്ങളിൽ വർദ്ധിച്ചു. അസൂയ, വഞ്ചന, മോഷണം, പരസ്ത്രീഗമനം, പാതിവൃത്യഭംഗം, വ്യഭിചാരം, പരധന അപഹരണം, കൊല, പരപീഡനം, ആക്രമം തുടങ്ങിയ അധർമ്മ പ്രവൃത്തികൾ രാജ്യത്തിൽ എങ്ങും ഇല്ലാതെയായി. അതിനുവേണ്ടിയുള്ള കർക്കശ രാജനിയമങ്ങളും നിർമ്മിക്കപ്പെട്ടു. രാജശാസനം നിരസിക്കുന്നവർക്ക് നിർദാക്ഷിണ്യം കഠിന ശിക്ഷകളും നൽകി വന്നു. അങ്ങനെ സർവഗുണ സമ്പൂർണമായ ഒരു രാമരാജ്യം ശ്രീരാമചന്ദ്രൻ സ്ഥാപിച്ചു. കളവ്, കള്ളം, കള്ളനാഴി, കള്ളപ്പറ, കള്ളത്തൂക്കം, കള്ളവ്യാപാരം, അമിത രാജഭോഗം, അമിത നികുതികൾ, അഴിമതികൾ, രാജസേവന മേധാവിത്വം എന്നിങ്ങനെയുള്ള ദുർദേവതാ മാരണങ്ങളെ നാട്ടിൽ നിന്നും ഉച്ചാടനം ചെയ്തു. ഈ വിധം പ്രാജശ്രീയോടെ രാജ്യാപനം ചെയ്യുന്നതിനിടയിൽ രാമഭദ്രൻ സർവോത്കൃഷ്ടമായ അശ്വമേധയാഗം നടത്തി ലോകപ്രസിദ്ധിയും ചക്രവർത്തി സ്ഥാനവും നേടി. സർവമാനവരാശിക്കും അദ്ദേഹം ആദർശ പുരുഷനായി തീർന്നു. രാമരാജ്യ മാതൃക ഭാരതവർഷം മുഴുവനും ആദരിക്കപ്പെട്ടു. അങ്ങനെ രാജ്യത്തിനും ജനങ്ങൾക്കും ക്ഷേമസാകല്യവും ആനന്ദ സാഫല്യവും നൽകി രഘുപതി സീതാസമേതം
സഹോദരന്മാരും ഒന്നിച്ച് ജീവിതം നയിച്ചു. രാമചന്ദ്രൻ അയോധ്യയിൽ ഇരുന്നു കൊണ്ട് 11,000 വർഷം ലോകം ഭരിച്ചു. ലവകുശന്മാർ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് രാമകഥ അവസാനിപ്പിക്കുകയാണ്. രാമായണം എന്ന ഈ കഥ ഏതൊരുവനും ദിവസവും ശ്രവിക്കുന്നുവോ അവൻ എല്ലാ പാപഫലങ്ങളിൽ നിന്നും മുക്തനാകും. ഈ ദിവ്യ കാവ്യം വിശ്വാസത്തോടെ കേൾക്കുന്നവർക്ക് ശക്തിയും ആയുസ്സും വിജയവും സുനിശ്ചിതം. രാമായണം വായിക്കുന്നത് ഒരു സ്ത്രീയാണെങ്കിൽ അവർക്ക് പുത്രഭാഗ്യമുണ്ടാവും. രാജാവാണെങ്കിൽ അദ്ദേഹം ഭൂമി തന്നെ വെട്ടിപ്പിടിക്കും. യാത്രക്കാരനാണെങ്കിൽ അവൻ തന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. പാപിയാണെങ്കിലോ അവൻ പരിശുദ്ധനായി മാറും. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമാവരാനനേ. ശ്രീരാമചന്ദ്രചരണോ മനസാ സ്മരാമി ശ്രീരാമചന്ദ്രചരണോ വചസാ ഗൃണാമി ശ്രീരാമചന്ദ്രചരണോ ശിരസാ നമാമി ശ്രീരാമചന്ദ്രചരണോ ശരണം പ്രപദ്യേ. ശ്രീരാമ രാമ രഘുനന്ദന രാമ രാമ ശ്രീരാമ രാമ ഭരതാഗ്രജ രാമ രാമ ശ്രീരാമ രാമ രണകർക്കശ രാമ രാമ ശ്രീരാമ രാമ ശരണം ഭവ രാമ രാമ. ഈ രാമായണ കഥാമൃതത്തിൽ അധികം ഭാഗങ്ങളും ഞാൻ വായിച്ചത് ഡോക്ടർ PS നായരുടെ ശുദ്ധസുന്ദര ഭാഷാശൈലിയിൽ എഴുതപ്പെട്ടിട്ടുള്ള സമ്പൂർണ്ണ രാമായണം ഗദ്യത്തിൽ നിന്ന്. രാമകഥകൾ അവസാനിക്കുന്നില്ല. ഇനിയും രാമചന്ദ്രന്റെ അറിയപ്പെടാത്ത, കേൾക്കാത്ത അല്ലെങ്കിൽ എഴുതപ്പെട്ടിട്ടുള്ള ഇനിയും ഒരുപാട് കഥകളുണ്ട്. ആ കഥകൾ മറ്റൊരു രീതിയിൽ പറഞ്ഞു തരാൻ ശ്രമിക്കാം. എല്ലാ ഗോപീഗോപന്മാർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സീതാരാമ ലക്ഷ്മണന്മാരുടെ, ഭരത ശത്രുഘ്നന്മാരുടെ, ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ജയ ജയ സീതാറാം, ജയ ജയ ശ്രീ ആഞ്ജനേയർ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണം.